സമയത്തുള്ള പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ തന്നെ ആരെങ്കിലും നാട്ടിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നുണ്ട് അവരെ നിർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 3ഓളം സുഹൃത്തുക്കളെ ഇതുപോലുള്ള കമ്പനികൾ ചെയ്ത് നിർത്തിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാളെ മൈലേഷ്യൽ മാർക്കറ്റിംഗ് നിർത്തിക്കാൻ പോകുന്നത്. അപ്പോ അതെന്റെ ഒരു സുഹൃത്താണ്, ഷാഫി എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പറുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ട് സ്റ്റേറ്റില് കേരള സ്റ്റേറ്റിന്റെ വൂഷു ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കാൻ പോയ സമയത്ത് കണ്ണൂർ ജില്ലേനെ പ്രതിനിധീകരിച്ചിട്ട് വന്നൊരു വ്യക്തിയായിരുന്നു ഷാഫി എന്ന് പറയുന്നത്. അപ്പോ പുള്ളിക്കാരന് ഞാൻ ഒരേ വെയിറ്റിൽ ഒരേ മത്സരത്തിൽ ഇറങ്ങിയ ആളാണ്. അപ്പോ അങ്ങനെയുള്ളൊരു കണക്ഷൻ, അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഞാനും ഷാഫിയും തമ്മിൽ. എന്റെ ഫ്രണ്ടാണ് ഷാഫി. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അന്നാണ് കണക്ഷൻ ആകുന്നത്, ഏത് ചാമ്പ്യൻഷിപ്പിന്റെ അന്ന്. അപ്പൊ അങ്ങനെ ഞാനും പുള്ളിക്കാരനും ഭയങ്കര കമ്പനിയായി, അങ്ങനെ നമ്പറൊക്കെ മേടിച്ചു. അപ്പൊ മൂപ്പറ സ്റ്റാറ്റസ് ഒക്കെ എപ്പോ ഇങ്ങനെ കാണും. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ എന്താക്കിയത്, കണക്ഷൻ ആയത്. അപ്പോ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഷാഫിന്റെ സ്റ്റാറ്റസ്, അതായത് എന്റെ ഈ ഒരു ഫ്രണ്ടിന്റെ സ്റ്റാറ്റസ്, കുറെ കോട്ട് സ്യൂട്ട് ഇട്ട പൊട്ടന്മാർ സ്റ്റേജിൽ കയറി പോകുന്നതാണ്. എന്റെ അന്നേരത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറെ കോട്ട് സ്യൂട്ട് ഇട്ട പൊട്ടന്മാർ സ്റ്റേജിൽ കയറി പോകുന്ന വീഡിയോ ആണ് കണ്ടത്. അന്നേരം തന്നെ ഞാൻ ഷാഫിനെ വിളിച്ചു. കാരണം എനിക്കിത് പണ്ടേ ഡയറക്ട് സെല്ലിങ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ എനിക്ക് കരി കയറും. അങ്ങനെ ഒരു സ്വഭാവമാണ് എന്റേത്. കാരണം എന്താ, ഈ ഒരു മേഖലയിൽ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ഞാൻ. അതുകൊണ്ടാണ് കേട്ടോ സംഭവം. അപ്പൊ അന്നേരം തന്നെ ഷാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാഫിയെ ഇതേതാ കുറെ കോട്ട് സ്യൂട്ടിട്ട പൊട്ടന്മാർ സ്റ്റേജിൽ കയറി പോകുന്ന ഒരു വീഡിയോ കണ്ടത്, ഇഞ്ച സ്റ്റാറ്റസ് അതാ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു കമ്പനിയിൽ ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ വീക്കിലി എങ്കിൽ ഇത്രയൊക്കെ വരുമാനം കിട്ടുന്ന ഭയങ്കര ഒരു കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് എന്നോട് ഭയങ്കര തള്ളുകളി. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനത്തെ കുറെ തട്ടിപ്പ് കമ്പനികൾ ഉണ്ടാവും, ഇനി വെറുതെ ഓരോന്നിൽ പോയിട്ട് പെടണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് അടിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞടാ അങ്ങനെ ഒന്നും അല്ല, ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല പ്രൊഡക്റ്റ് ആണെന്ന് മൂപ്പർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും ആൾക്കാർ ചേർക്കുന്ന പരിപാടിയല്ലേ, അപ്പൊ ആൾക്കാർ തീർന്നു പോലെ. പിന്നെ ഞാൻ പറഞ്ഞു, 2,16,000 ആഴ്ച കിട്ടും. ഞാൻ പറഞ്ഞു, ഇത്രയൊന്നും എന്തായാലും വരുമാനം കൊടുക്കാൻ പറ്റൂല, ഏതൊരു കമ്പനിയാണ് അതെങ്ങനെ അത്ര വരുമാനം കൊടുക്കുക, വരുമാനം ഇത്രയൊന്നും കിട്ടൂല എന്നെല്ലാം പറഞ്ഞ് കുറെ നെഗറ്റീവ് അങ്ങനെ അടിച്ച്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഷാഫിനോട് പറഞ്ഞു. ഇത് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് ഇങ്ങനെ കുറെ പറഞ്ഞു. അപ്പൊ എന്ത് പറയുന്ന സമയത്തും ഷാഫി പറയുന്നത് നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്ത് നല്ല പ്രൊഡക്റ്റ്. അപ്പൊ മൂപ്പറെ കുറച്ച് റിസൾട്ട് ഒക്കെ മൂപ്പർ എനിക്ക് പറഞ്ഞു. അതായത് മൂപ്പറെ വീട്ടില് എന്താ പറയാ കാലിന്റെ മുട്ടുവേദന മാറിയതും അങ്ങനെ കുറെ സംഗതികൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ ഷാഫിനോട് പറഞ്ഞു, എടാ എന്നോട് ഇങ്ങനെ ഫോണിൽ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ഞാൻ നേരിട്ടൊന്ന് കാണണം. ഷാഫിനോട് ഞാൻ അങ്ങോട്ടേക്കാണ് പറഞ്ഞത്, ഷാഫി എന്നോടല്ല. നമുക്ക് എനിക്ക് നേരിട്ടൊന്ന് കാണണം. കാരണം എനിക്ക് കുറച്ച് കണക്കുകൾ ഞാൻ അവതരിപ്പിച്ചു തരാം, എന്നിട്ട് ഇനി ഇത് മനസ്സിലാക്കുക, അതായത് ഈ തട്ടിപ്പിഞ്ഞ എന്നുള്ള മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഷാഫിനോട് അങ്ങോട്ടേക്ക് പറഞ്ഞു. അപ്പൊ ഷാഫി പറഞ്ഞു, എന്നാ പിന്നെ കുഴപ്പമില്ല, നമുക്ക് നേരിട്ട് കാണാന്ന് പറഞ്ഞു. കാരണം ഷാഫിക്ക് ഒരു അവസരം കിട്ടുകയാണല്ലോ എനിക്ക് ബിസിനസ് പറഞ്ഞു തരാൻ. അപ്പൊ ഷാഫി അത് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിച്ചത് മൂപ്പറെ നിർത്തിക്കാലോ എന്നുള്ള രീതിയിൽ, കുറച്ച് കണക്ക് പറഞ്ഞു കൊടുത്തിട്ട് നിർത്തിക്കാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. അപ്പോ എന്നോട് പറഞ്ഞു, എന്നാ പിന്നെ ഓക്കെ നമുക്ക് നേരിട്ട് കാണാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ദിവസം രാവിലെ ഷാഫി എന്നെ വിളിക്കുന്നത്. ഞാനിങ്ങനെ കല്ലാച്ചിക്ക് വരുന്നുണ്ട്. അപ്പൊ മൂപ്പര് കണ്ണൂർ ജില്ലക്കാരനാണ്, ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ കല്ലാച്ചി വരുന്നുണ്ട്. കല്ലാച്ചി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ്. മാത്രമല്ല എനിക്ക് ഇവിടുന്ന് അടുത്താണ്, ഏകദേശം ഒരു 10-18 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് കല്ലാച്ചിക്കുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കല്ലാച്ചിക്ക് വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് കല്ലാച്ചിന്ന് കാണാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ രാവിലെ ഒരു ശനിയാഴ്ച ദിവസമാണ്. ഇപ്പൊ രാവിലെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഇവിടുന്ന് കല്ലാച്ചിയിലേക്ക് പോയി. അപ്പൊ കല്ലാച്ചി പോയി നോക്കുമ്പോൾ ഷാഫി അവിടെ ഉണ്ട്. അപ്പോ സോറി, ഷാഫി അന്നേരം എത്തിയിട്ടില്ല, കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 11 മണി, അങ്ങനെ എന്നോട് 10 മണിക്ക് എത്താനാണ് പറഞ്ഞത്. ഞാനൊരു 9:45 സമയത്ത് എത്തിയിട്ടുണ്ട്. ഷാഫി ഒരു 11 മണിയായ സമയത്ത് തന്നെ ഷാഫി സ്കൂട്ടറായിട്ട് അങ്ങോട്ടേക്ക് വന്ന്, മൂപ്പര 2 സുഹൃത്തുക്കളുണ്ട് മൂപ്പര സ്കൂട്ടിന്റെ വേക്ക്. അപ്പൊ അവിടെ എത്തിയിട്ട് എന്നോട് ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 2 സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്ന ഓപ്പോസിറ്റ് ബിൽഡിങ്ങിന്റെ മേലേക്ക് കോണിയുണ്ട്, അപ്പൊ ആ കോണിയുമ്പോ കൂടെ കയറിപ്പോയി. അപ്പൊ എനിക്ക് ഏകദേശം ഒരു സംഗതി കത്തി. കാരണം എന്താ, കുറെ ആളുകൾ ഇങ്ങനെ എന്തോ കല്യാണത്തിലൊക്കെ പോകും പോലെ കുറെ ആളുകൾ ഇങ്ങനെ മേലോട്ടേക്ക് കയറി പോകുന്നുണ്ട്. അത് കോണിയുമ്പോ കൂടെ മേലോട്ടേക്ക് കയറി പോയി. എനിക്ക് തോന്നി എന്തോ പരിപാടിയോ കാര്യങ്ങളോ എന്തോ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചത് കല്യാണം ഉണ്ടാകും. കാരണം എന്താ, ആൾക്കാരെ പോക്കും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഒരു കല്യാണത്തിന്റെ ഫീലിംഗ് ആണുള്ളത്. എല്ലാവരും നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പിന്നെ ഭയങ്കര ജോളി ആയിട്ടുള്ളവർ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്തോ പരിപാടി ഉണ്ട് എന്നുള്ളത്. പിന്നെയാണ് മനസ്സിലായത്. അപ്പൊ എന്നോട് ഷാഫി അവരവിടെ ആക്കിയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞടാ, മേലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇനി ജസ്റ്റ് ഈ പ്രോഗ്രാം ഒന്ന് കേട്ടിട്ട് എന്താ നമുക്ക് സംസാരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്രോഗ്രാം ഒന്നും കേൾക്കാൻ വന്നതല്ല, ഞാൻ എനിക്ക് ഈ സംഗതിന്റെ തട്ടിപ്പ് എന്താന്നുള്ള പറഞ്ഞുതരാൻ വന്നത്, അല്ലാണ്ട് പ്രോഗ്രാം കേൾക്കുന്നതല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, നീ ജസ്റ്റ് ഒന്ന് കേറി നോക്കി, കേറി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇതെന്താ സംഭവം എന്നുള്ളത്. എനിക്ക് കേറിയിട്ട് എനിക്ക് ബിസിനസ് നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താക്കാ, എനിക്ക് ഈ ബിസിനസ് ഇനി ചെയ്യുകയും ചെയ്യേണ്ട, എനിക്ക് എന്താക്കാം ബാക്കിയുള്ള ആളുകളെ നിർത്തിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു ആവേശത്തിൽ, അതായത് ഒരുപാട് ആളുകൾ ആ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടല്ലോ, അപ്പോ ഇവരൊക്കെ നിർത്തിക്കാന്നുള്ളൊരു ഇതിലാണ് സത്യത്തിൽ ഞാൻ ആ ഒരു പ്രോഗ്രാമിലേക്ക് കയറി ചെന്നത്. കാരണം എന്തായാലും ഈ ഒരു ബിസിനസ് നല്ലതല്ല എന്ന് എനിക്കറിയാം. അപ്പൊ പ്രോഗ്രാം കേട്ടിട്ട് ഇത് നല്ലതല്ല എന്ന് എന്തായാലും എനിക്ക് മനസ്സിലാവുമല്ലോ.
അപ്പോൾ എന്താക്കാം, കുറെ ആളുകളെയും കൂടെ ഈ ഒരു ബിസിനസ് നിർത്തിക്കാന്നുള്ള രീതിയിലാണ് ആ ഒരു ഹോളിലേക്ക് ഞാൻ കയറി പോകുന്നത്. പക്ഷെ ആ ഒരു ഹോളിൽ കയറി അവിടെ ആദ്യം എന്നെ പിടിച്ചിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ഇരുത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എന്തായാലും കൊല്ലാന്ന് ശരിക്കില്ല, കാരണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ നമ്മൾ ഫ്രണ്ട് ബെഞ്ചിൽ നമ്മൾ ഇരിക്കലില്ല. അപ്പോ ഞാൻ എന്താക്കി ഒരു 4ാമത്തെ ബെഞ്ചിൽ പോയി ഇരുന്ന് അങ്ങനെയാണ് എന്താക്കുന്നത്, ഞാൻ ഈ പ്രോഗ്രാം കേൾക്കുന്നത്. അപ്പൊ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, ആദ്യം ഒരു MC വന്ന് ഭയങ്കര ആവേശത്തിൽ, ഇപ്പോ സുബൈദ മേഡം അല്ലേ MC എടുത്തത് അല്ലേ മേഡം? അതെ അതെ. മൂപ്പര് സുബൈദ മൂപ്പർ എന്ന് പറഞ്ഞാൽ വേറൊന്നും വിചാരിക്കണ്ട. ഞങ്ങളെ നാട്ടിലെ മൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു തെറ്റായ വാക്കാ. പക്ഷെ ഞാൻ MDിറ്റിൽ ഉള്ളേരി പഠിച്ച സമയത്താണ് ഈ സംഗതി മനസ്സിലേക്ക് വന്നത്. ഇത് മൂപ്പത്തി എന്നെല്ലാം പറയും. അപ്പൊ ഞാൻ ആദ്യം കോളേജിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് മൂപ്പത്തി വരുന്നുണ്ട്, ടീച്ചറെയായി പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും ഇതെന്ത് മനുഷ്യന്മാരെ ഇവര് ടീച്ചറിൽ ഇങ്ങനെ വിളിക്കുന്നത്. പിന്നെ അത് സംഗതി മനസ്സിലായി. മൂപ്പർ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഉച്ചാരണമല്ല, കുറച്ച് പ്രായമുള്ള ആളാ, അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രായമുള്ള ആൾ അങ്ങനെയാണ് വിളിക്കുക എന്നുള്ളതാണ് പിന്നെ മനസ്സിലായത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തല്ലാത്ത ആളുകളുണ്ടല്ലോ, ഉള്ളേരി ആ ഒരു ഭാഗത്തല്ലാത്ത ആളുകൾക്ക് ഈ സംഗതി പെട്ടെന്ന് കിട്ടൂല, ഇവരെന്താ ഇങ്ങനെ പറയുന്നത് വിചാരിക്കും. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോ സുബൈദ മേഡാണ് ഇവിടെ MC എടുത്തത്. ഭയങ്കര ആവേശത്തിലാണ് സുബൈദ മേഡം MC എടുത്തത്. സുബൈദ മേഡം ഏതാ റാങ്ക് മേഡം? TC റാങ്കിലാണ്. TC റാങ്കിൽ എത്തിയിട്ടുള്ളെങ്കിലും ഭയങ്കര ആവേശത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോ ഭയങ്കര ആവേശത്തിൽ ഒരാൾ വന്ന് MC എടുത്ത്, അത് കഴിഞ്ഞ് ഒരാള് GTS, അതായത് നമ്മുടെ കമ്പനീന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്തു. അപ്പൊ ഈ സമയത്തെല്ലാം ഞാൻ ഭയങ്കര കളിച്ചും ചിരിച്ചും തമാശയാക്കിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് ഇരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആളെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഓരോരുത്തരെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വിളിച്ച്, എന്റെ ആ സമയത്തുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ തള്ളാൻ വേണ്ടി അങ്ങോട്ടേക്ക് വിളിച്ച്. കാരണം എന്താ, ആദ്യം ടീം കോർഡിനേറ്റർ ലീഡേഴ്സിനെ വിളിച്ച്. എനിക്ക് ആ സമയത്ത് തോന്നിയത് തള്ളുന്നതാണ്. കാരണം എന്താ, ഇവരെ കുറെ അച്ചീവ്മെന്റ് ആണ് പറയുന്നത്, ഈ ബിസിനസ്സിൽ വന്നതും ഇവർക്ക് വരുമാനം കിട്ടിയതും മൊബൈൽ ഫോൺ എടുത്ത് ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇതെല്ലാം തള്ളായിരിക്കും എന്നുള്ളതാണ്. പിന്നീടാണ് മനസ്സിലായത് ഇതൊന്നും തള്ളല്ല, ഇവർക്കൊക്കെ കിട്ടിയ അച്ചീവ്മെന്റും അതുപോലെ തന്നെ ഇവർക്കൊക്കെ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രോഗ്രാമിൽ പറയുന്നത്. പിന്നീടാണ് മനസ്സിലായത്. ഇപ്പോ അങ്ങനെ ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടാമത് വിളിച്ചത് ATC ലീഡേഴ്സിനെയാണ്. എന്റെ ആ സമയത്തുള്ള ഭാഷയെ പറയുകയാണെങ്കിൽ ആദ്യം വിളിച്ചത് ടീം കോർഡിനേറ്റർ ലീഡേഴ്സ്, അവരൊക്കെ ഒരു അരക്കുറ്റി പുട്ടുന്ന ആളുകളാണ്. രണ്ടാമത് വിളിച്ചത് ഒരു കുറ്റി പുട്ട് മൊത്തത്തിൽ എത്തുന്ന ATC ലീഡേഴ്സിനെയാണ്. കാരണം നല്ല തള്ളാണ് ഇവര് തള്ളുന്നത്. ഇപ്പോ പിന്നെ വരുന്ന ആളുകളുടെ തള്ളിന്റെ അളവ് കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാവിലെ കഴിച്ച പുട്ടിന്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോ പിന്നെ ഞാൻ കണ്ട ഏറ്റവും വലിയ തള്ളുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ STC ലീഡേഴ്സ് ആണ്. കാരണം ഇവര് കാറെടുത്ത കാര്യങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് 21,000 അല്ല 50,000 ഒക്കെ വീക്കിലി ഇങ്ങനെ കിട്ടിയ കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ തള്ളന്മാർ ഇപ്പൊ റസീന മേഡത്തിനെ ഇവിടെ കാണുന്നുണ്ട്, STC ലീഡേഴ്സിനെ. ഞാൻ ബാക്കിയുള്ള ലീഡേഴ്സിനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ STC ലീഡേഴ്സിനെ വിളിച്ചു, അവരുടെ രീതിയിലേക്ക് തള്ളി. പിന്നെ RTC ലീഡേഴ്സിനെ വിളിച്ചു, എന്നെ പോലത്തെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തള്ളുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും തള്ളി മറിച്ച് അങ്ങനെ പോകുന്നതാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവസാനം ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്ത്, അപ്പൊ ഇതുവരെയുള്ള ആളുകളൊക്കെ വിളിച്ചത് 2 ലക്ഷം മേശിയിട്ടുള്ള TC ലീഡേഴ്സ്, അതുപോലെ തന്നെ കമ്പനീന്റെ ഷെയർ ലക്ഷം മേശിയിട്ടുള്ള ഇങ്ങനെയൊക്കെയാണ് വിളിച്ചത്. പക്ഷെ അവസാനം വിളിച്ച ലീഡറെ വിളിക്കുന്നത് ഭയങ്കര സംഭവമായിട്ടാണ്. അതായത് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് തന്നെ പകരം വെക്കാനില്ലാത്ത എന്താ പറയാ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ലീഡറെ വിളിക്കുന്നത്. അപ്പോ വലിയൊരു ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ലീഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ടാണ് അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അപ്പോ അങ്ങനെ ആ ഒരു വ്യക്തിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. അദ്ദേഹത്തിന് മാല കൊടുത്തു, ബൊക്ക കൊടുത്തു, പൊന്നാട കൊടുത്തു. ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ടാണ് ഇയാളെ ആദരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് വിളിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഹോണറിംഗ് ഒക്കെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹം പറയാൻ വേണ്ടി തുടങ്ങി. ആദ്യം തന്നെ ഒരു വീട് കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഫുള്ള് ഇറ്റാലിയൻ മാർബിൾസ് ആണ്. നേരത്തെ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ഭ്രാന്താണ്. അങ്ങനെയല്ല കേട്ടോ, ഇയാള് ചെറിയൊരു വീട് കാണിച്ചിട്ട്, ഒരു പഴയ വീട്, വയനാട്ടിലുള്ള ഒരു പഴയ വീട് കാണിച്ചിട്ട് പറയാണ് ഫുൾ ഇറ്റാലിയൻ മാർബിൾസ് ആണ്. അയാളൊരു തമാശയിൽ പറഞ്ഞതാ. അപ്പൊ ഞാന് തമാശയില് എല്ലാ കാര്യമായിട്ട് എടുത്തിട്ട് ഞാൻ ഷാഫിനോട് പറഞ്ഞു ഇയാളെന്നാ ഈ പറയുന്നത്, കാരണം നമുക്ക് ഇതെങ്ങനെ നെഗറ്റീവ് ആക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് എന്നുള്ള രീതിയിലേക്കാണ് ഇങ്ങനെ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ വീടൊക്കെ കാണിച്ചു. അപ്പൊ നോക്കുമ്പോൾ ഒരു സാധാരണ വീട്. ഇപ്പൊ വയനാട്ടിലൊക്കെ ഇന്ന് വയനാട്ടിലൊന്നും അങ്ങനത്തെ വീട് കാണാൻ തന്നെ ഇല്ല. കാരണം ഇന്ന് വയനാട്ടുകാർ ഭയങ്കര സെറ്റപ്പ്. അപ്പോ പണ്ടത്തെ കാലത്തുള്ള വയനാട്ടുകാരുടെ ഒരു വീട്, ഒരു ഓടലിട്ട പൊളിഞ്ഞു വീഴാനായ ഒരു വീടാണ് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം ഈ ബിസിനസ്സിൽ വന്ന് ഐഡിയ അടിക്കുന്ന സമയത്തുള്ള വീടായിരുന്നു മൂപ്പറത് എന്ന് പറഞ്ഞ് അങ്ങനെ മൂപ്പറെ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങി. അപ്പോ അദ്ദേഹം ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. വയനാട്ടിലൊരു വലിയൊരു എന്താ പറയാ കാർഷിക മേഖല, അതായത് നമ്മുടെ
ഒരു 3 മല മൊത്തത്തിൽ മേടിച്ചിട്ട് അവിടെ വലിയ പ്ലാന്റേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പ്ലാന്റേഷൻ ഒക്കെ നഷ്ടത്തിലായ സമയത്ത് അദ്ദേഹം 1000 രൂപ വരുമാനം കിട്ടുന്ന പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അവസാനമായിട്ട് മൂപ്പർ വർക്ക് ചെയ്ത മേഖല വയനാട് മാനന്തവാടി ടാക്സി ഓടിച്ച് നടന്നൊരു വ്യക്തിയാണ്. എന്നാൽ ടാക്സി ഓടിച്ച് അതേ റൂട്ടിലൂടെ ഇന്നോവ ക്രിസ്റ്റയും മേഴ്സിഡീസ് ബെൻസും BMW ഒക്കെ മാറി മാറി ഓടിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് മാറാൻ വേണ്ടി പറ്റിയത് ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ടാണെന്നുള്ള അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സമയത്ത് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ അന്നേരം സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അന്നേരം ഞാൻ ഷാഫിനോട് പറഞ്ഞു ഇയാൾ KSRTC വന്ന് ഇറങ്ങിയിട്ടായിരിക്കും ഈ തള്ളുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അതൊന്നല്ല, മൂപ്പറെ BMW എടുത്തിട്ടാണ് വന്നത്, നമുക്ക് എന്തായാലും ലാസ്റ്റ് വണ്ടി കാണാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മീറ്റിങ്ങിനെ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ മീറ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് സത്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്, എനിക്കിത് ചെയ്യണമെന്ന് തോന്നിച്ചത്. കാരണം ഒന്നാമത് പറഞ്ഞത് നമുക്ക് ഇവിടെ യാതൊരു മുതൽ മുടക്കും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് യൂസ് ദ പ്രൊഡക്റ്റ്, ഫീൽ ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ് ആണ് ഞാൻ അവിടെ ആ ഒരു പ്രോഗ്രാമിൽ കൺക്ലൂഡ് ചെയ്യാൻ വന്ന ലീഡർ പറഞ്ഞത്. യൂസ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫീൽ ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്ത് ഒരു ഉൽപ്പന്നം മേടിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം അത് ഉപയോഗിക്കും അല്ലെ, എന്ത് സാധനം മേടിക്കുന്നത് ഉപയോഗിക്കാനാണല്ലോ. അപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ഫീൽ ദ പ്രൊഡക്റ്റ്. ഫീൽ ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കും. രണ്ട് രീതിയിൽ അനുഭവം ഉണ്ടാവും അല്ലെ, ഒന്ന് നല്ല അനുഭവം ഉണ്ടാവും, രണ്ട് ചീത്ത അനുഭവം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചോ, അപ്പൊ നമുക്കൊരു അനുഭവം ഉണ്ടാവല്ലോ. ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വയറ്റിന്ന് പോകുന്നുണ്ടാവും, അതൊരു അനുഭവം അല്ലേ, നല്ല അനുഭവം അല്ല, ചീത്ത അനുഭവമാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു അനുഭവം ഉണ്ട്, നല്ല അനുഭവം. ഇപ്പൊ നല്ല വൃത്തിയുള്ള, നല്ല ടേസ്റ്റ് ഉള്ള, നല്ല എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന ഒരു ഹോട്ടൽ നമ്മൾ പോയി, അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു. അപ്പൊ നല്ലൊരു അനുഭവം ഉണ്ടാവും അല്ലെ. ഒന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ലൊരു സുഖം ഉണ്ടാവും, അപ്പൊ നമ്മൾ നല്ലൊരു അനുഭവം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവം എന്ത് ഉപയോഗിച്ചാലും നമുക്ക് ഉണ്ടാവും. അപ്പൊ അവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ യൂസ് ദ പ്രൊഡക്റ്റ്, രണ്ടാമത് ഫീൽ ദ പ്രൊഡക്റ്റ്. ഫീൽ ദ പ്രൊഡക്റ്റ് തന്നെ നല്ല അനുഭവം ഉണ്ടാവും, ചീത്ത അനുഭവം ഉണ്ടാവും. പക്ഷെ മൈലേജ് സ്റ്റൈലിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നല്ല അനുഭവം മാത്രമേ ഉണ്ടാവും, ചീത്ത അനുഭവം എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫീൽ ദ പ്രൊഡക്റ്റ് ആൻഡ് ലവ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് എന്നാണ് പറഞ്ഞത്. ലവ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇഷ്ടപ്പെടുക, നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ അതിന് ഇഷ്ടപ്പെടുക, എന്നിട്ട് അത് മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് തോന്നി. കാരണം ഇതിനു മുമ്പേ ഒരു കമ്പനിയും അങ്ങനെ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്ത് യൂസ് ദ പ്രൊഡക്റ്റ്, ഫീൽ ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ്. എല്ലാ കമ്പനിയുടെ പരസ്യവും നമ്മൾ കാണലുണ്ട്. ഏതെങ്കിലും ഒരു കമ്പനിയുടെ പരസ്യങ്ങൾ, ഏതെങ്കിലും പരസ്യത്തിൽ വന്നിട്ട് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടന്മാരോ അല്ലെങ്കിൽ കായിക താരങ്ങളായിട്ട് വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കൂ, എന്നിട്ട് നല്ലതാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാ പരസ്യത്തിലും എന്താ പറയാ, ഉയരം കൂടും തോറും ചായയുടെ സ്വാദ് കൂടും. ഇതുവരെ ചായ കുടിക്കാത്ത ആളാണ് പറയുന്നത് എന്ത്, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കോഫിയാണ് കുടിക്കല്. അതേ ആള് പറയുന്നത് എന്താ പറയാ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും, അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ചായ കുടിക്കണം. ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞതിനോട്ട് എല്ലാ പരസ്യത്തിലും പറയുന്ന ഇത് ഉപയോഗിക്കും, ഇത് നല്ലതാണെന്നാ പറയുന്നത്. അവർ ഉപയോഗിച്ചു പോലും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മളെ പരസ്യത്തിലൂടെ നമ്മളെന്താക്കുന്നത്, അവർ പറയുന്നത് ഇത് ഉപയോഗിക്കും. പക്ഷെ ഒരു കമ്പനിയും പറയുന്നില്ല ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയും പറയുന്നില്ല. ആദ്യമായിട്ട് അങ്ങനെ പറയുന്ന ഒരു കമ്പനി ഞാൻ കണ്ടത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മൂപ്പർ പറഞ്ഞു. പിന്നെ മൂന്നാമത് പറഞ്ഞൊരു കാര്യമാണ്, അതായത് നമ്മൾ ഇത് ഉപയോഗിച്ച് നല്ലതാണ് നമുക്ക് തോന്നി അത് മറ്റുള്ള ആളുകൾക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ട്, അവർക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും. നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നു, ഒരാൾക്ക് നമ്മൾ 1000 രൂപ, മറ്റേ ആൾക്ക് നമ്മൾ 1000 രൂപ മേടിച്ചു കൊടുത്താൽ നമുക്കൊരു 2000 കിട്ടും. ഓക്കെ, നമ്മളെ ഇഷ്ടം എന്താ, നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ബന്ധുക്കളുണ്ട്, അവർക്കൊരു എന്താ പറയാ വിഷമം വരണം നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മറിച്ച് നമ്മളെന്ന് ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ നല്ല വരുമാനം കിട്ടണം, അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുക, അങ്ങനെയുള്ള ആളുകളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരിക. ആരെ ഈ ബിസിനസ്സിൽ ഫസ്റ്റ് കൊണ്ടുവരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയാണ് കൊണ്ടുവരേണ്ടത്. പക്ഷെ പല ആളുകളും എന്താക്കൂല, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊണ്ടുവരില്ല. കാരണം എന്താ, നമ്മൾ ഈ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അവർ നമ്മളെ കൊണ്ട് മോശമായിട്ട് വിചാരിക്കും എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മള് ഇപ്പൊ ഞാൻ ഈ തുടക്ക സമയത്ത് എല്ലാ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി ഞാനല്ല പറഞ്ഞത്, തുടക്ക സമയത്ത് നമ്മൾ അപ്ലൈൻ ലീഡറൊക്കെ കൂട്ടിയിട്ട് 1-to-1 ആയിട്ടും അല്ലെ പല പ്രോഗ്രാമിനും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, പല പ്രോഗ്രാമിനും ഞാൻ കയറ്റിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അന്ന് ഈ ബിസിനസ് ചെയ്തു എന്നുള്ളത് എല്ലാവരും ഈ ബിസിനസ് എന്താക്കില്ല, ആ സമയത്ത് ചെയ്തിട്ടില്ല. പക്ഷെ എന്തായില്ല, അന്ന് ബിസിനസ് ചെയ്യാത്തതിന് ഇന്നലെ റിഗ്രറ്റും ഇല്ല. കാരണം എന്താ, ഇന്ന് പല ആൾക്കാരും എന്നോട് ചോദിക്കലുണ്ട്, എടാ ഇനി അന്ന് പറഞ്ഞ സമയത്ത് ഇഞ്ചോട് ചെയ്താൽ മതിയല്ലേ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ബിസിനസ്
വളരെ ശക്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ച ലീഡേഴ്സ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ രാവിലെ തന്നെ 6 മണിക്ക് എണീച്ചിട്ട് പിന്നെ അതും ഈ തണുപ്പുള്ള ഒരു സമയമാണല്ലോ. ഇപ്പൊ മഴയൊക്കെ ഉള്ള സമയത്ത് ഈ തണുപ്പത്ത് നിങ്ങൾ എണീച്ചിട്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യൂല. ഈ ബിസിനസ്സിലൂടെ വിജയിക്കണം അല്ലെങ്കിൽ ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ലീഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മീറ്റിംഗിന് കയറൂലല്ലോ. അപ്പൊ എല്ലാവർക്കും വിജയിക്കണം എന്നുണ്ട്, ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പൊ നിങ്ങളിങ്ങനെ ഈ ബിസിനസ് വളരെ ശക്തമായിട്ട് ചെയ്തു, നിങ്ങൾ നാളെ വലിയൊരു അച്ചീവർ ആയിട്ട് മാറി നോക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ 2,10,000 ആഴ്ചയിൽ വരുമാനം കിട്ടുന്ന ഒരു ലീഡറായിട്ട് മാറി. അപ്പൊ ആ സമയത്ത് നിങ്ങളെ ഓർഗ് 1-ലും നിങ്ങളെ ഓർഗ് 2-ലും ആരുണ്ടാവും? നിങ്ങൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന ആളുകളുണ്ടാവും അല്ലെ. അപ്പൊ ഓർഗ് 1-ലുള്ള സുഹൃത്തിനും ഓർഗ് 2-ലുള്ള സുഹൃത്തിനും നിങ്ങൾ 2,10,000 മേടിക്കുന്ന സമയത്ത് 1,00,000 വരുമാനം കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണല്ലോ നമുക്ക് 2,10 കിട്ടുക. നമ്മളെ കൂടെയുള്ള 2 ആളുകൾക്ക് 1,00,000 മേടിച്ചു കൊടുത്താൽ നമുക്ക് 2,10 കിട്ടും. അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു സുഹൃത്ത് നമ്മളെ കാണുക. അപ്പൊ പറയും, എല്ലാടാ എനിക്ക് ഒരു ഫോട്ടോ കണ്ടിക്കില്ല ഇന്നലെ ആ സ്റ്റാറ്റസ് ആയിട്ട്, എന്തോ 2,10,000 അല്ലെ എന്താ പറയാ 2,10,000 അങ്ങനെ എന്തോ വരുമാനം കിട്ടിയതൊക്കെ കണ്ടിട്ടില്ല, ആ എന്നാ സംഭവം നീക്കും. അപ്പൊ പറയും, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അതാണ് സംഭവം നീ കണ്ടത്. അപ്പൊ ചോദിക്കൂ, അതിനുശേഷം ഇനി 2 ആളെ സ്റ്റാറ്റസിന് കണ്ടിക്കില്ല 1,00,000 രൂപ വരുമാനം മേടിച്ചു, അതാരായിരുന്നു ചോദിച്ചപ്പോ പറയാം, അതെന്റെ സുഹൃത്തുക്കളാടാ, ഞാൻ ഈ ബിസിനസ് തുടക്കത്തിൽ പറഞ്ഞേ. അപ്പൊ നിങ്ങളോട് ചോദിക്കൂലേ, നിങ്ങളെ ഈ നമ്മൾ അത്രയും ചങ്കും കലരുകളായിട്ട് നടക്കുന്ന ചിലപ്പോൾ സുഹൃത്തിനോട് ബിസിനസ് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ആ സുഹൃത്ത് നമ്മളോട് ചോദിക്കൂലേ, എല്ലടാ എന്നാ ഇനി എന്നോട് പറയണ്ടേനോ, എന്നാ എനിക്ക് 1,00,000 വരുമാനം കിട്ടില്ല നിങ്ങൾ ചോദിക്കൂലേ? ചോദിക്കൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് നിങ്ങൾ എന്താക്കണം, ഓടി നടന്ന് അല്ലെ ഓടിച്ചാടി എല്ലാവരോടും ബിസിനസ് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ FSനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയാണോ ബിസിനസ് കൊടുക്കേണ്ടത് ആ ലെവലിലേക്ക് അല്ലെ ആ രീതിയിൽ നിങ്ങൾ എന്താക്കണം, നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ബിസിനസ് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അവർ ചെയ്യൂ അവർ ചെയ്യാതിരിക്കും അവരെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ബിസിനസ് പറയണോ? കാരണം എന്താ, ഇല്ലെങ്കിൽ നിങ്ങളോട് നാളെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങളോട് അവൻ ചോദിക്കൂല, എന്ത് എന്നെ ഇങ്ങനെയല്ലേ കണ്ടത്, നീ 2,10,000 മേടിക്കുന്ന സമയത്ത് ഈ 50,000 സോറി 1,00,000 മേടിക്കുന്ന സമയത്ത് അവർക്കല്ലേ മേടിച്ചു കൊടുത്ത്, ഇനി എനക്ക് മേടിച്ചു തന്നില്ല നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളെന്ന് ആൻസർ പറയാ? അന്ന് നിങ്ങൾക്ക് പറയാൻ പറയണം, എന്ത് അന്ന് ഇഞ്ഞോട് എത്ര പറഞ്ഞിട്ടുണ്ട് ഈ ബിസിനസ് ചെയ്തോന്ന്, അന്ന് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ 1,00,000 കിട്ടുക, ഇന്നെങ്കിലും അത് മനസ്സിലാക്കി ഇനി ചെയ്യും, എനിക്കും ഞാൻ 2,10,000 മേടിച്ചു തരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇത് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ലല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ വലിയ ശത്രുവായിട്ടുള്ള ആളുകൾ ആരായിരിക്കും? ഈ ബിസിനസ് കൊടുക്കാത്ത ആളുകളായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ബിസിനസ് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ പല ആളുകളും കൊടുക്കാത്തതിന്റെ കാരണം ഇതാണ്, അവരുമായിട്ട് നമ്മൾ തെറ്റിപ്പോവോ അല്ലെങ്കിൽ അവനെ പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാണ്ട് നിൽക്കുവോ എന്നെല്ലാം വിചാരിച്ചു. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ബിസിനസ് കൊടുക്കേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കാണ്. അവർക്കാണ് നിങ്ങൾ 2,10 മേടിച്ചു കൊടുക്കുന്നത്. 2,10 മേടിക്കുന്ന സമയത്ത് 1,00,000 മേടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2,10 മേടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളെയാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് നമ്മൾ കൂടെ വന്ന ആളുകൾക്ക് വരുമാനം മേടിച്ചു കൊടുത്താൽ നമുക്ക് വരുമാനം കിട്ടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൂപ്പർ അവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളാണ് എനിക്ക് കത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം വേറൊന്നല്ല, നിങ്ങൾക്കും ഇത് കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഐഡിയ അടിച്ചിട്ട് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അന്ന് കുറെ നെഗറ്റീവ് ഒക്കെ അടിച്ചു. ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കൂടുതൽ സമയമെടുത്ത് സംസാരിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ അങ്ങനെയാണ് ഈ ബിസിനസ്സിൽ ഐഡിയ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ബിസിനസ്സിൽ ഐഡിയ അടിച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ആളുകളോ ഒന്നും എന്നോട് നെഗറ്റീവ് അടിച്ചില്ല. കാരണം എന്താ, നാട്ടിലുള്ള ഏറ്റവും വലിയ നെഗറ്റീവാ ഞാൻ ഈ മേഖലയായിട്ട്. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ എല്ലാവരെയും നിർത്തിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എന്നോട് ഈ ബിസിനസിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതിനെ കൊണ്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, മെല്ലെ മെല്ലെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ. ആരോടും സംസാരിക്കാത്ത ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ പറയാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഞാനിങ്ങനെ റോഡുമ്പോൾ കൂടെ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നതാണെങ്കിൽ ഒരു 2 പെൺകുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ നടക്കുമ്പോൾ വരാന്തിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് മാത്രം ഇങ്ങനെ നടന്നു പോകുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഓരോ മുമ്പ് കൂടെ നടന്നു പോയി. കാരണം എന്താ, ഓരെന്താ വിചാരിക്കും, ഓരെന്നെ നോക്കോ, ഓരെന്തെങ്കിലും ചോദിക്കോ എന്നെല്ലാം പേടിച്ചിട്ട് ഞാൻ എന്താക്കൂ, ഞാൻ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കും. എനിക്ക് ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഈ ഇതേ വരാന്തയിലൂടെ എന്റെ ബേക്ക് കൂടെ നടന്നു വരുന്ന ടീം ഉണ്ടാവില്ലേ, അവര് നടന്നു പോകുമ്പോൾ ഞാൻ എന്താക്കും, ഓരോ നേരെ ബേക്ക് കൂടെ അങ്ങ് നടക്കും. അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ, ഓലല്ലേ കാണും, എന്നെ കാണൂലല്ലോ. ഇങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. ആരോട് സംസാരിക്കാത്തതല്ല, അധികം സംസാരിക്കാത്ത, എനിക്ക് ഭയങ്കര
മടിയുള്ളൊരു കാര്യം. പിന്നെ ഏറ്റവും വലിയ മടിയുള്ള കാര്യമാണ്, എന്റെ ഉമ്മ തന്നെ പറയും, ഒരു ഓട്ടോ വിളിക്കാൻ പറഞ്ഞാൽ അത് അറിഞ്ഞൂടാതെ ചെറുതാ ഞാൻ. എനിക്ക് ഏറ്റവും വലിയ മടിയുള്ള ഒരു കാര്യമാണ് ഓട്ടോ വിളിക്കാൻ പോകുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കാൻ അതെന്താ ഓട്ടോ വിളിക്കാൻ ഇത്രയും വലിയ മടി? അപ്പൊ വേറൊന്നുമല്ല, ഓട്ടോ വിളിക്കാൻ പറഞ്ഞാൽ ഓട്ടോക്കാരനോട് എന്തോ പറയണ്ടെന്നില്ല എന്നോട് എനിക്ക് ഒരു ടെൻഷനാണ്. കാരണം എന്താ, ഓട്ടോക്കാരനോട് വേറൊന്നും പറയണ്ടില്ല, എനിക്ക് എന്റെ വീട്ടിലേക്ക് ഒരു ഓട്ടം പോകണം, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ വിചാരിക്കും ഓരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലോ, അപ്പൊ ഞാൻ ആൻസർ പറയാ. ഇങ്ങനെയാണ് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് ഓട്ടോ വിളിക്കാൻ പോവാൻ. ഇതിപ്പം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്ന എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കാരണം എന്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത് ആ സമയത്തല്ലോ, അങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ ആ സമയത്ത് എന്നോട് നോർമലി ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി ചിന്തിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈ ബിസിനസ് ചെയ്യുമ്പോൾ സാധനങ്ങൾ വിൽക്കണ്ടേ, വിൽക്കാൻ പോയിട്ട് മതിയായിരിക്കും ഒരു സാധനം വാങ്ങാൻ പോലും പോകാത്ത ഒരാളെ ഞാൻ. എനിക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ എനിക്ക് ഒരു പേപ്പറിൽ എഴുതി തരണം. ഇപ്പൊ 3 സാധനം വേണം. ഇപ്പൊ 500 തക്കാളി, 100 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, അല്ല ഒരു 100 ഇഞ്ചി, ഇതാ വാങ്ങേണ്ടത് വെച്ചോ. എന്നാലും എനിക്ക് പേപ്പറിൽ എഴുതി തരണം, ഇല്ലാണ്ട് എന്നോട് മറന്നു അടുത്തുമ്പോഴത്തേക്ക്. പിന്നെ പേപ്പറിൽ എഴുതുന്ന സുഖമാണല്ലോ, പീഡിയക്കാരനോട് സംസാരിക്കുകയും ചെയ്യണ്ടല്ലോ. ഇത് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ സാധനം എടുത്തേക്ക് തരും, കൂടുതൽ സംസാരിക്കണ്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറായിരുന്നു വേണ്ടത്. പക്ഷെ അവിടുന്ന് ഇന്ന് മണിക്കൂറുകൾ സംസാരിക്കുന്ന, ഇപ്പൊ ട്രെയിനിങ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊരു നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ മാറ്റി തന്നത് മൈലേഷ്യൽ മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ആവാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഞാൻ കാണുന്നത്. ഇന്ന് നിങ്ങൾ എന്നോട് 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെ 10 മണിക്കൂറോ സംസാരിക്കാൻ പറഞ്ഞാലും എന്റെ അടുത്ത് കണ്ടന്റ് ഉണ്ടാവും. കാരണം ആ ലെവലിലേക്ക് മാറാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ തുടക്ക സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. തുടക്ക സമയത്ത് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആയ സമയത്ത് ഞാൻ ഈ ബിസിനസ് നിർത്തിപ്പോണെന്നടക്കം ഒരുപാട് സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ പല പല പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളുമാണ് എന്നെ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനും അതുപോലെ തന്നെ ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ എന്നെ പ്രാപ്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള വലിയ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസത്തെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ ഞാൻ ജസ്റ്റ് ഈ നിർത്തിപ്പോ, ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവില്ലേ, ചില പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കാൻ പോയിട്ട് ഒരു ദിവസം ഫുള്ള് എല്ലാടെ ഒരുപാട് വീട്ടിൽ കയറി, ആരും ഒന്നും എടുത്തില്ല, ആകെ എടുത്ത ഒരു പേസ്റ്റാ എന്ന് പറയുന്ന കുറെ ആളുകളിൽ ഉണ്ടാവും. അങ്ങനെ തന്നെ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാന് ബിസിനസ്സിൽ തുടക്ക സമയത്ത് പിന്നെ റീറ്റെയിൽ ഭയങ്കരമായിട്ട് ഞാൻ ചെയ്യലില്ല സമയത്ത്. ഇപ്പൊ ഒരു ദിവസം രാവിലെ തന്നെ റിലാൽ സർ വിളിച്ചു, എന്റെ അപ്ലൈൻ ലീഡറാണ് റിലാൽ സർ, നാഷണൽ ടീം കോർഡിനേറ്റർ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, കഴിഞ്ഞ ദിവസമായിട്ട് നിങ്ങളെ മോർണിംഗ് മീറ്റിൽ വന്നിട്ടുണ്ട്. MBA വിദ്യാർത്ഥിയായിരിക്കും ഈ ബിസിനസ്സിൽ വന്നത് അല്ലെ സുബൈദ മാഡം? ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? വന്നിട്ടുണ്ട്. റിലാൽ സർ അപ്പൊ പുള്ളിക്കാരനാണ് എന്റെ അപ്ലൈന്. അപ്പൊ പുള്ളിക്കാരൻ ഒരു ദിവസം വിളിച്ച് രാവിലെ തന്നെ ഭയങ്കര മോട്ടറാക്കി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എന്നെ നല്ലോണം ചാർജ് ആക്കി വിട്ട് എന്നോട് പറഞ്ഞു, സാറേ റീറ്റെയിലൊന്ന് ഇറങ്ങ്, ഒന്ന് ഫീൽഡിലൊക്കെ ഇറങ്ങ്, റീറ്റെയിലൊന്ന് ചെയ്ത് നോക്കുന്ന പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ കുറച്ച് അറിയാത്ത വീട്ടിലൊന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ നാട്ടിൽ കൂടെ തന്നെ, അറിയാത്ത വീട്ടിൽ അറിയുന്ന വീട് തന്നെയാണ്, എന്റെ നാട്ടിൽ കൂടെ ഒന്ന് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റ് എല്ലാം ബാഗിലാക്കിയിട്ട് അങ്ങനെ ഇറങ്ങിയതാ. നോക്കുമ്പോൾ ഒരു 10-15 പുരയൊക്കെ ആകെ പോയത് ഒറ്റ പേസ്റ്റാ. അങ്ങനെ നെഗറ്റീവ് അടിച്ച് പണ്ടാരടി, ഞാൻ വിചാരിച്ചൊരു 2000 രൂപ 3000 രൂപ സാധനം വിൽക്കാന്ന് വിചാരിച്ചിട്ടാ പോയത്. നെഗറ്റീവ് അടിച്ച് പണ്ടാരാണെങ്കിൽ ഇത് തിരിച്ച് വീട്ടിൽ വന്ന് എന്റെ പറഞ്ഞ് വിചാരിച്ച് ഇത് ബിലാത്തി, എനിക്ക് ഇത് എന്തായാലും നടക്കൂല. ഞാൻ എന്റെ അന്നേരത്തെ ഭാഷയിൽ പറയുകയാണെ ബിലാത്തി എന്നല്ലോ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ ബിലാത്തി എനിക്ക് എന്തായാലും നടക്കില്ല, ഞാൻ നിർത്തുന്നാലും പറഞ്ഞ് തീരുമാനം എടുത്തിട്ട് ഞാനിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ വിചാരിച്ച് എന്തായാലും വെറുതെ കിടക്കുന്നില്ല, ആരെങ്കിലും ട്രെയിനിങ് എടുത്ത് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒരു ട്രെയിനിങ് എടുത്ത് അറ്റൻഡ് ചെയ്തു. അപ്പൊ അനീസ് സാറിന്റെ ട്രെയിനിങ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, ഡയമണ്ട് എക്സിക്യൂട്ടീവ് അനീസ് സാറിന്റെ ട്രെയിനിങ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ട്രെയിനിങ്ങിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു സാധനം എനിക്ക് ബെല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, ഡയറക്ട് സെല്ലിംഗിൽ ഒരു അച്ചീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ പറയാനുള്ള ആളായിരിക്കും. അത് ഡയറക്ട് സെല്ലിംഗിലെ ഒരു അച്ചീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈലേഷ്യൽ മാർക്കിലെ ഒരു അച്ചീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കഥ പറയാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറയാനുള്ള ഒരു കഥ ഫോം ചെയ്ത് വരിക, അല്ലെങ്കിൽ ഉണ്ടായി വരികയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നതാ, നമുക്ക് ഇന്ന് എന്ത് കഷ്ടപ്പാട് നമുക്ക് ഈ ബിസിനസ് ചെയ്യുമ്പോണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഇത് നമുക്ക് നാളെ പറയാനുള്ള ഒരു കഥയാണ്. അപ്പൊ ഞാൻ നാളെ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് എനിക്കിത് ഒരുപാട് എക്സ്പീരിയൻസ് പറയാൻ വേണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് എനിക്ക് ഇന്ന് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ അന്നേരം തന്നെ അനീസ് സർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചിന്തിച്ചു നോക്കുക. അതായത് നമ്മൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞോട്ട് റീറ്റെയിലിൽ പോയി, നമുക്ക് റീറ്റെയിൽ ഒന്നും മതിയായിരിക്കും ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വർക്ക് കൊടുക്കാൻ പോയി, നമ്മൾ 1-2 സുഹൃത്തുക്കളോട് നമ്മൾ ഈ ബിസിനസ് സംസാരിച്ചു, അവർ ഈ ബിസിനസ്സിൽ വന്നിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നാളെ നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ പോലെയുള്ള 1-2 വ്യക്തികൾ വരും അല്ലെ. അപ്പൊ ഇവർക്കും ആദ്യം തന്നെ പോകുന്ന സമയത്ത് എന്നാ പിന്നെ ഞാനും ഉണ്ടോ ഐഡിയ അടിക്കുന്ന പറഞ്ഞിട്ടൊന്നും വരൂല. കാരണം ഇവർക്കും ഇതേ അനുഭവം ഉണ്ടാവും. ചിലപ്പോ അവര് 5-10 വീട്ടിൽ കയറും, ചിലപ്പോൾ റീറ്റെയിൽ ഒന്നും ചെയ്യാൻ പറ്റൂല, അല്ലെ അവർ 1-2 സുഹൃത്തുക്കളോട് ഈ ബിസിനസ് സംസാരിക്കും, പക്ഷെ അവർക്ക് എന്താവൂല, അവരുടെ സുഹൃത്തുക്കൾ ഈ ബിസിനസ്സിൽ വരൂല. അപ്പൊ ആ സമയത്ത് ഇവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, ഏത് ഞാൻ വന്നേ പഠനം എന്നാ പിന്നെ ഇനി നിർത്തിക്കോ. കാരണം എന്താ, ഞാൻ വന്നേ പഠനം ഒരു 10 വീട്ടിൽ കയറി എല്ലാ വീട്ടിൽ നിന്നും പ്രൊഡക്റ്റ് മേടിച്ച്, എനിക്ക് പ്രൊഡക്റ്റ് ആരും മേടിച്ചില്ലല്ലോ, എന്നാ ഇനി നിർത്തിക്കോന്നാണോ നിങ്ങൾ പറയാ?
അല്ലല്ലോ. പക്ഷെ ആ സമയത്ത് എന്താ പറയാ, എനക്കും ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു 10 വീട്ടിൽ കയറിയിട്ട് എനക്കാകെ ഒരു പേസ്റ്റ് മാത്രമേ പറയാനുള്ള ഒരു അനുഭവമാണത്. അപ്പൊ അവർക്ക് എന്താവും, അവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ നമീറിന് ഉണ്ടായിട്ടുണ്ട്, അപ്പൊ പിന്നെ എനക്കെന്താ, എനിക്ക് ചെയ്യാൻ പറ്റൂലേ, അപ്പൊ എനക്കും ഇതേ അനുഭവമാണ്, അപ്പൊ എനക്കും രക്ഷപ്പെടാൻ പറ്റും, എനക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവില്ലേ. ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്ന് കഷ്ടപ്പാട് തരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാട് പടച്ചവൻ ഈ ബിസിനസ്സിൽ തരുന്നുണ്ടെങ്കിൽ, അല്ലെ ദൈവം നമുക്ക് ഈ ബിസിനസ്സിൽ തരുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിക്കുക, ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് നാളെ പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കഥ, നേരത്തെ അനീസർ പറഞ്ഞ പോലെ തന്നെ ഒരു കഥ പറയാനുള്ള സമയത്താണ് നമ്മളൊരു അച്ചീവർ ആയിട്ട് മാറുക. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് കഷ്ടപ്പാട് പടച്ചോൻ തരുന്നുണ്ടെങ്കിൽ നമ്മളൊരു അച്ചീവർ ആയിട്ട് മാറാൻ വേണ്ടി പോവാണ്. ഓക്കെ, കഷ്ടപ്പാടില്ലാത്ത ആളുകൾ ഒരു കാര്യം മനസ്സിലായി, അതായത് ചെറുതായിട്ട് പ്രൊഡക്റ്റ് എങ്കിലും കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അതുപോലും ഇല്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല, അല്ലെ, 100% ഉറപ്പ്. അങ്ങനെയുള്ള ആളുകളായിരിക്കും എല്ലാവരും. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലായിക്കൂടെ, നിങ്ങളൊക്കെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ആ ഒരു സംഗതിയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞാൻ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്, തുടക്കത്തിൽ ഞാൻ ഈ ബിസിനസ്സിലും കൊണ്ട് വർക്കിന് പോകുന്ന സമയത്ത് എൻ്റെ ഒരു സ്കൂട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്കൂട്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് ചില സമയത്ത് അതിന്റെ സെൽഫ് വർക്കൂല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോവാ, സെൽഫ് വർക്ക് ചെയ്യില്ല. സെൽഫ് വർക്ക് ചെയ്യാത്ത സമയത്ത് നമ്മൾ പോയിട്ട് വലിയ 2 കഥയൊക്കെ പറഞ്ഞിട്ട് ഈ വണ്ടി ഡബിൾ സ്റ്റാൻഡിൽ ഇട്ടിട്ട് കിക്കർ അടിക്കുക. അപ്പോ 1, 2, 3 ചിലപ്പോൾ 14ാമത്തെ അടി കിക്കർ അടിയിലെല്ലാം ഇതൊക്കെ വണ്ടി സ്റ്റാർട്ട് ആവാം. അപ്പൊ നമ്മളോട് പല ആളുകളും ചോദിക്കാറുണ്ട്, ഇത് എല്ലാവരും ഇനി വലിയ 2 കഥയെല്ലാം പറയുന്നത്, 2000 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ സെൽഫ് റെഡി ആയിക്കൂടെ, അത് റെഡിയാക്കി എടുത്ത് പോയാൽ പോരെ എന്നൊക്കെ പല ആളുകളും കളിയാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് ഭയങ്കരമായിട്ട് ചങ്കിൽ കൊള്ളലുണ്ട്. അതായത് ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താക്കുന്നില്ല, അന്നേരം വരുമാനം ഒന്നും കിട്ടുന്നില്ലല്ലോ. കാരണം തുടക്കത്തിലാണല്ലോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ടിൽ 2-10 വരൂലല്ലോ. അപ്പോ നമുക്ക് ആ വണ്ടിയൊക്കെ റെഡിയാക്കാനുള്ള പൈസ ഒന്നും അന്നേരം ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും ഈ ബിസിനസ്സിലൂടെ വലിയ വണ്ടിയൊക്കെ സ്വന്തമാക്കണമെന്നായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഈ ബിസിനസ്സിലൂടെ ഒരു R15 V3 എന്ന് പറയുന്ന ഒരു വണ്ടി, ഒരു വണ്ടി സ്വന്തമാക്കാൻ വേണ്ടി പറ്റും, ഒരു സ്കൂട്ടർ സ്വന്തമാക്കാൻ വേണ്ടി പറ്റി. വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. ATC റാങ്കിനാണ് ആ ഒരു വണ്ടി എടുക്കുന്നത്. അങ്ങനെ ശക്തമായിട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് 2 പ്രാവശ്യം ആ ഒരു വണ്ടിമേൽ ആക്സിഡന്റ് ആവാൻ വേണ്ടി സാധിച്ചു. വേറെ ഒന്നല്ല, പിന്നെ ആ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, R15 നമ്മളെ മറ്റേ ഒരു സ്പോർട്സ് മോഡൽ, സ്പോർട്സ് ബൈക്ക് പോലുള്ള ഒരു ബൈക്കാണ്. പക്ഷെ 150cc ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയാണ് R15 V3 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല പോക്കാണ് പോവുക, മെല്ലെ ഒന്നും പോവാറില്ല. അങ്ങനെ ആ ഒരു പ്രശ്നം മാറി കിട്ടി 2 പ്രാവശ്യം ആക്സിഡന്റ് ആയ സമയത്ത്. അപ്പൊ എന്നോട് ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു, ഇനി എന്താക്കണ്ട സർ, ഈ വണ്ടി വെക്കണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ട് ആ വണ്ടി കൊടുത്ത് ഒഴിവാക്കി. അങ്ങനെയാണ് എന്താക്കുന്നത്, പിന്നെ സ്കൂട്ടിയുമ്പോൾ തന്നെയാണ് വർക്കിന് പോക്ക്. ഞാനൊരു ചട്ടി ഹെൽമെറ്റ് ഓടിയിട്ട് വർക്കിന് പോകും. അപ്പോൾ എൻ്റെ ടീമിലുള്ള ഇന്ന് DTC ഒക്കെ ഉള്ള ലീഡേഴ്സ് ഉണ്ട്, അവരുടെ അടുത്തേക്കാണ് വർക്കിന് പോകുക. STC റാങ്ക് എത്തിക്കുക ആ സമയത്ത്. അപ്പൊ ഞാൻ പറയും, എനിക്കിങ്ങനെ ആഴ്ചയിൽ 50,000 ഒക്കെ വീക്കിലി വരുമാനം കിട്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിൽ കിട്ടുന്ന വരുമാനമൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും, ഇത് ഐഡിയ എടുത്തിട്ട്. പക്ഷെ ഇവര് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എന്നോട് അന്നേരം പറയാറില്ല, പക്ഷെ പല ലീഡേഴ്സിനോടും പറഞ്ഞറിഞ്ഞിട്ട് ഞാൻ അറിയാറുണ്ട്. ഇത് ഒരു പറയുമല്ലോ, ഒരു ചട്ടി ഹെൽമെറ്റും വെച്ചിട്ട് സ്കൂട്ടിമേൽ വന്നിട്ട് പറയൂ 50,000 വരുമാനം കിട്ടുന്നത്, പിന്നെ എനിക്കൊരു കാർ എടുത്തൂടെ, എനിക്ക് ഇത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ എല്ലാവരും കുറവാക്കാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു വണ്ടി എടുക്കണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു കാർ എടുക്കുന്ന സമയത്ത്. അങ്ങനെ വളരെ ശക്തമായിട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് 2025 നവംബർ മാസത്തിൽ എനിക്കൊരു ബിസിനസ്സിലൂടെ ഒരു 4 വീലർ, ഒരു വെന്യൂ എന്ന് പറയുന്ന വണ്ടി ഈ ഒരു ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വണ്ടിയിലാണ് ഞാൻ ഇന്ന് വർക്കിനും കാര്യങ്ങളൊക്കെ പോകാറുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് ഈ ബിസിനസ്സിലൂടെ തന്നെ ഒരു iPhone 16, അതിലാണ് നിങ്ങളോട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് 90,000 രൂപ വിലയിരുന്ന ഒരു iPhone 16 എടുക്കാൻ വേണ്ടി പറ്റി. അതിനുശേഷം 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ സമയത്ത് വീട്ടിലുള്ള ആവശ്യത്തിനും അതുപോലെ തന്നെ നമുക്കറിയാലേ അടുത്തൊക്കെ വർക്കിനൊക്കെ പോകണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ആണ് സ്കൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂട്ടി തന്നെ ആ സമയത്തുള്ള ഏറ്റവും നല്ല വണ്ടിയായിട്ടുള്ള ഏതർ, നമുക്കറിയാം നല്ലൊരു വണ്ടിയാണ് ഏതറിന്റെ 316X, ആ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് വില വരുന്ന ഒരു വണ്ടിയാണ്. ആ ഒരു ഇലക്ട്രിക് വണ്ടിയും കൂടെ എടുക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഇതൊക്കെ ഇന്ന് ഞാൻ ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആയിട്ട് തന്നെയാണ് ഈ ഒരു ബിസിനസ് ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ സമയത്രായി 6:32 ഓക്കെ. ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് തന്നെയാണ് ഇന്ന് ജീവിക്കുന്നത്. എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് അത് വേറെയാണ്. അപ്പോ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് ഒരുപാട് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു ആഗ്രഹം കൊറിയയിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കണം എന്നുള്ളതാണ്. എപ്പോ അവിടെ താമസിക്കണം എന്നല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സ്വപ്നങ്ങളിൽ ആരും ഉണ്ട് എന്നുള്ള എനിക്ക് അറിയില്ല. പിന്നെ ആരോട് ചോദിച്ചിട്ട് എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള 1-2 ആൾക്കാർക്ക് കൊറിയയിൽ ഇഷ്ടമാന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും അവരൊന്നും പറയുന്ന കേട്ടില്ല. കൊറിയ അറിയത്തില്ലേ, ഉത്തര കൊറിയ അല്ലട്ടാ, മറ്റേ കിങ് ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയ അല്ല, ആടെ അല്ലട്ടാ, ഇത് ദക്ഷിണ കൊറിയ. മനസ്സിലായില്ലേ? ആടെ പോയ പിന്നെ വെടിവെച്ച് കൊന്നാളി, അത്രയേ ഉള്ളൂ. അപ്പോ ദക്ഷിണ കൊറിയയിൽ ഒരു
അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ്. കാരണം അവിടുത്തെ ഒരു ഒരു വൈറ്റ് പൂവുണ്ട്, വൈറ്റ് ഫ്ലവർ. ആ ഒരു സമയം ഭയങ്കര രസമാണ്. ആ ഒരു സമയത്ത് നമ്മൾ അവിടെ താമസിക്കുന്നത്, അവിടെ നിൽക്കാനും ഭയങ്കര രസമാണ്, ഭയങ്കര കാണാൻ ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഈ ഉത്തര കൊറിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഒക്കെ മേടിച്ചിട്ട് അവിടെ ഒരു 6 മാസം അവിടെ നിൽക്കുക, 6 മാസം ഇന്ത്യയിൽ നിൽക്കുക. പിന്നെ 6 മാസം ഇന്ത്യയിലല്ല, കറങ്ങാൻ വേണ്ടി പോവാ. ഇപ്പൊ ശശാങ്ക് ഷെട്ടിഗറിനെല്ലാം കാണുന്നില്ലേ ഇവിടെ? ശശാങ്ക് ഷെട്ടിഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിന്റെ മൈലേശ്വർ മാർക്കറ്റിംഗിൽ ഒരു ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ്. മൂപ്പർ ഇന്ത്യയിലേ ഉണ്ടാവില്ല, എവിടെയെങ്കിലും ഉണ്ടാവില്ല. ഇപ്പൊ മൂയ്ത്തായി പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തായ്ലൻഡിൽ ആണുള്ളത്. തായ്ലൻഡാണ് മൂത്തായിന്റെ നാട്. അപ്പൊ അവിടെ പോയിട്ട്, മൂത്തായി എന്ന് പറയുന്നത് മാർഷൽ ആർട്സ് ആണ്, അത് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിക്കാം. 2 മാസമായിട്ട് മൂത്തായി പഠിക്കാൻ വേണ്ടി അവിടെയാണുള്ളത്. ഇവിടെ മറ്റേ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം ഡയമണ്ട് ആയല്ലോ. പക്ഷെ എല്ലാ ആഴ്ചയിലും 2 ലക്ഷത്തിൽ പേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിക്കാൻ. ഓരോ ആഴ്ചയും മൂപ്പര് സ്റ്റാറ്റസ് സ്റ്റോറി ഇടാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതിനോട് അങ്ങനെയൊക്കെ ആണെന്നാണ് എന്റെ ആഗ്രഹം. അപ്പോ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലോകം മൊത്തം സഞ്ചരിക്കാൻ എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അടുത്തൊരു വണ്ടിയിലേക്ക് മാറണം. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറണം എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ ഇന്ന് ഞാൻ മാറ്റി. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ, അതായത് ജീപ്പിന്റെ ഷോറൂമിൽ കയറിയിട്ടുണ്ട്. ജീപ്പിന്റെ ഷോറൂമിൽ കയറിയ സമയത്ത് എനിക്ക് ആ ഒരു വണ്ടി കണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ആവേശമായി. കാരണം റൂബിക്കോൺ എന്ന് പറയുന്ന വണ്ടികൾ കണ്ടിട്ടുണ്ടാവും. നമ്മള് ജീപ്പ് ഇതുണ്ടല്ലോ, താറുണ്ടല്ലോ, താറ് റെഡിക്ക് റൂബിക്കോൺ എന്ന് പറയുന്ന വണ്ടി ഇൻസ്പയർ ആയിട്ട് മഹീന്ദ്ര ഇറക്കിയ ഒരു വണ്ടിയാണ് താറ് എന്ന് പറയുന്നത്. താർ റോക്സിന്റെ ഒരു സെയിം റൂബിക്കോൺ എന്ന് പറയുന്ന വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വെബ് സീരീസ് കണ്ടിട്ട് അതിൽ ആ ഒരു വണ്ടി കണ്ടിരുന്ന തന്നെ എനിക്കത് എടുക്കണം എന്നുള്ളൊരു ത്വര വന്നു. അപ്പോൾ മഞ്ഞ കളറാണ് എടുക്കണം എന്ന് ഇപ്പൊ ഒരു താല്പര്യം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അത് മഞ്ഞ കളറോ? മഞ്ഞ കളർ ആരെങ്കിലും എടുക്കും? അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ വീട് വെച്ചിട്ട് എന്താ പറയാ അവിടെ ഒരു വലിയൊരു കാർ പോർച്ച്, ഒറ്റത്തട്ടുള്ള കാർ പോർച്ച്, പക്ഷെ ഭയങ്കര നീളത്തിലുള്ള കാർ പോർച്ച്. അത് മേലെ മൊത്തം മറ്റേ ഇതുണ്ടല്ലോ പൊടി, ഇങ്ങനെ എന്താ പറയാ, ഈ ഈ മതിലിന്റെ മേലെല്ലാം പറ്റി പിടിക്കുന്ന ഒരു പച്ച കളറുള്ള ചെറിയ ഇലയുള്ള ഒരു ചെടി ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില വീട്ടിലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ചെടി മൊത്തം ഈ വാർപ്പിന്റെ മേലേക്ക് ഇങ്ങനെ പരത്തുക. മൊത്തം പച്ചയായിരിക്കും. എന്റെ പച്ചേന്റെ ഉള്ളിൽ ഒരു മഞ്ഞ വണ്ടി, ഒരു കറുത്ത വണ്ടി, ഒരു നീല വണ്ടി, മൊത്തം പച്ച. പക്ഷെ ഈ പച്ചേന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ കളർ വണ്ടികൾ ഇങ്ങനെ നിർത്തുക. അതെന്റെ ഒരു പണ്ടേയുള്ള ഒരു ഡ്രീമാ. അങ്ങനെ വെക്കണം. അപ്പൊ അതുകൊണ്ടാണ് മഞ്ഞ എന്ന് പറഞ്ഞിട്ടാ. അടുത്തൊരു വണ്ടി ഇപ്പൊ കറുപ്പാണല്ലോ ഉള്ളത്, അടുത്ത മഞ്ഞ എടുക്കുക, പിന്നെ നമുക്ക് നീല എടുക്കുക, അങ്ങനെ പലതും എടുക്കാം. മൈലേജ് മാർക്കറ്റിംഗ് ആണല്ലോ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്പേസ് ട്രാവൽ ചെയ്യണം എന്നുള്ളത്. അത് എല്ലാവരും മറ്റേ ഇവിടെ അല്ലല്ലോ, ലോകം മൊത്തം കറങ്ങണമെന്നുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. സ്പേസ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇവിടെ ചന്ദ്രനിൽ പോകണം എന്നുള്ളത്. അങ്ങനെയുള്ള കുറെ ആവശ്യമില്ലാത്ത കുറെ ആളുകൾ കേട്ടാ ചിരിക്കുന്ന കുറെ സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കും, ഇതെല്ലാം വലിയ തള്ളാലെങ്കിൽ അല്ല, ഇതെല്ലാം ഇതിലൂടെ കിട്ടും എന്നുള്ളത്. അതെല്ലാം കിട്ടും എന്നുള്ളതിന് ആൻസർ ആണ് മുബീൻ സാറൊക്കെ. കാരണം എന്താ, ഇന്ന് അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് പുള്ളിക്കാരൻ. ഇന്നിവിടെ ഇന്ത്യയിൽ തന്നെ ഇറക്കുന്നത് 2-3 മാസം കൂടുമ്പോൾ ജസ്റ്റ് വന്നിട്ട് ഒരു ട്രെയിനിങ് എടുത്തു പോകും, പിന്നെ അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഇന്ന് പല ലീഡേഴ്സും അതൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എന്റെ ലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാ അഡ്വഞ്ചറും ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. നമ്മളെ ബങ്കി ജമ്പിങ്, നമ്മളെ കയറി കെട്ടിട്ട് താഴോട്ടേക്ക് തുള്ളുന്നത്. പിന്നെ നമ്മളെ ആകാശത്ത് നിന്ന് മറ്റേ ഫ്ലൈറ്റ് പോയിട്ട് മറ്റേ തുള്ളുന്നില്ലേ, ഇത് സ്കൈ ഡൈവിങ് അറിയായിരിക്കും, ദുബൈയിലൊക്കെ ഉള്ള സംഭവമാണ്. അങ്ങനെ അതുപോലെ തന്നെ മറ്റേ സ്നോ ബോർഡിങ്, ഇങ്ങനെയുള്ള എല്ലാ അഡ്വഞ്ചർ സ്പോർട്ടുകളും പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാ, പാരാഗ്ലൈഡിങ് ഈ കൊല്ലം തന്നെ ചെയ്തു തീർക്കും ഇൻഷാ അല്ലാ. ഡിസംബറിന് മുമ്പേ തന്നെ പാരാഗ്ലൈഡിങ് എവിടെയെങ്കിലും, ഇപ്പോൾ മൂന്നാറിലൊക്കെ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്തായാലും ചെയ്യും. അത് ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ആരെങ്കിലും ഉണ്ടാവും. പിന്നീട് ഞാനത് ഒറ്റയ്ക്ക് ചെയ്യണം എന്നാണ് എന്റെ വലിയൊരു ആഗ്രഹം. ഇങ്ങനെയുള്ള എല്ലാ അഡ്വഞ്ചർ സ്പോർട്ടും ചെയ്യണം എന്ന് ആഗ്രഹമാണ്. ഇങ്ങനെ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോ ആരോ എന്തോ ചോദിച്ചിട്ടുണ്ട്, ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നെഗറ്റീവ് വരാറുണ്ടോ? അത് പിന്നെ എല്ലാവർക്കും വരുമല്ലോ. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ നോർമലി ഇപ്പം ബിസിനസ് എല്ലാവരുടെയും പോയിട്ട് ബിസിനസ് കൊടുക്കും. അപ്പൊ ബിസിനസ് കൊടുത്ത് ഭയങ്കര, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ല, ഇതുപോലെ തന്നെ ഭയങ്കര ആവേശത്തിൽ സംസാരിക്കും. അപ്പൊ ഒരു ലാസ്റ്റ് വരുന്നൊരു കാര്യം, ഇന്നെ കൊണ്ടല്ല നടക്കും, പക്ഷെ ഞാളെ കൊണ്ടൊന്നും നടക്കൂല. കാരണം എന്താ, ഞാൻ നല്ല സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ സത്യത്തിൽ അന്നേരം ചിരിക്കൂല, ഞാൻ പുരയിൽ വന്ന് കുത്തിട്ട് എങ്ങനെ ചിന്തിക്കും, പയ്യനെ മീർ എങ്ങനെയാണോ, ഇങ്ങനെയായിട്ടായിരുന്നോ. പക്ഷെ അന്നത്തെ എന്നെ കണ്ടിട്ട് നിങ്ങൾ പറയും, ഇവനിക്കൊന്നും പറ്റിയ ബിസിനസ് അല്ല മൈലേശ്വർ മാർക്കറ്റ്. കാരണം ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഈ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിൽ കൺക്ലൂഡ് ചെയ്യുന്ന വ്യക്തി ആദ്യം സംസാരിച്ച 2 കാര്യങ്ങളാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന ആളുകൾക്ക് വേണ്ട 2 ക്വാളിറ്റികൾ. സത്യം പറഞ്ഞാൽ ആ 2 ക്വാളിറ്റി എനക്കന്നില്ലേനും. ഒന്നാമത്തെ ക്വാളിറ്റി കടം, രണ്ടാമത്തത് കടപ്പാട്. ഒന്നാമത്തെ കടം, എനക്ക സമയത്ത് കടയില്ലല്ലോ. കാരണം എന്താ, വീട്ടുകാരാണല്ലോ എന്റെ ചെലവ് നോക്കുന്നത്. അപ്പോ നിങ്ങളോട് എനിക്ക് അതേ പറയാനുള്ളൂ, നിങ്ങൾക്ക് കട ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടാവില്ലേ, ചെറുതായിട്ടെങ്കിലും കട ഉണ്ടാവില്ലേ? കാരണം നിങ്ങളാണല്ലോ നിങ്ങളെ വീട്ടിലെ ചെലവ് നോക്കുന്നത്. അപ്പോ ഒന്നാമത്തെ കാര്യം കടമാണ്, എല്ലാവർക്കും ഉണ്ടാവും. അതാണ് നിങ്ങളെ ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി. രണ്ടാമത്തത് കടപ്പാട്. കടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയംബോധം എന്ന് പറയൂ. എന്ന് പറഞ്ഞാല് ഇപ്പോ നല്ല രീതിയിൽ
പിന്നെ എന്താ പറയാ, നമ്മളെ കുടുംബത്തിനെ നോക്കണം എന്നുള്ളതോ, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലത് വരണം എന്നുള്ളതോ, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടാവില്ല. അതായത് കടപ്പാട്, നമ്മളെ ഫാമിലിനോടുള്ള കടപ്പാട്, അല്ലെ നാട്ടുകാരോടുള്ള കടപ്പാട്. എനക്ക് ആ സമയത്ത് കടപ്പാട് പറ്റിയൊരു കുന്തമില്ല. കാരണം എന്താ, എന്റെ ചിന്ത എന്താ, നാട്ടുകാർ നന്നാണെന്ന് അല്ലെങ്കിൽ വീട്ടുകാർ നന്നാണ് എനിക്ക് ചിന്ത ഉണ്ടാവില്ലല്ലോ. കാരണം എന്റെ പ്രായം അതാണല്ലോ. അപ്പൊ ഈ രണ്ട് സാധനം ഇല്ലാണ്ട് ബിസിനസ്സിൽ വന്നിട്ടാണ് ഞാൻ വിജയിച്ചിട്ടുണ്ട്. അപ്പോ ആ ലെവലിലേക്കുള്ള ഒരു സംഭവമാണ്. അപ്പോ ഫീൽഡിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് വരാറുണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെ, നമുക്ക് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് വരും. അപ്പൊ അത് നമ്മൾ എന്താ പറയാ, നമ്മളത് കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ അറിയാത്ത കാര്യമാണ് പറയാ. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് ഒരാൾ നെഗറ്റീവ് പറഞ്ഞു വെച്ചു. അപ്പോൾ ടീമിലുള്ള ഒരാൾ വിളിച്ചിട്ട് പറയാം, സാറേ എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രൊഡക്റ്റിന് വില കൂടുതലാണ്. ഉദാഹരണം പറയുകയാണെ. അപ്പൊ നിങ്ങൾ എന്താക്കണം, നിങ്ങൾക്ക് ആ ആൻസർ അറിഞ്ഞോടെങ്കിൽ പറയാം, സാറേ കുറച്ച് തിരക്കാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ എന്നിട്ട് ഇത് കട്ട് ചെയ്യാം. അല്ലാണ്ട് അന്നേരം തന്നെ നിങ്ങൾ പറയും എന്ത്, എന്നാ പിന്നെ നിങ്ങൾ അയ്യൂബ് സാറിനെ വിളിച്ചോ, അല്ലെ ഏതെങ്കിലും അപ്ലൈൻ ലീഡർ വിളിച്ചോ എന്ന് പറയും അല്ലെ. ഉദാഹരണത്തിന് റസീന മാഡത്തിന്റെ ടീമിലുള്ള ഒരാൾ പോട്ടെ, സുബൈദ മാഡത്തിന്റെ ടീമിലുള്ള ഒരാളാ ഒരു ലീഡർ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? സുബൈദ മാഡത്തിന്റെ ടീമിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓണാക്കോ. അല്ലേ വേണ്ട, സുബൈദ മാഡത്തിന് തന്നെ ഉദാഹരണം എടുക്കാം. സുബൈദ മാഡത്തിന് അപ്ലൈൻ ആരാ? ഏതെങ്കിലും STC ഓ എന്നാ പിന്നെ ഒന്നും പറയാനല്ല, റസീന മാഡത്തിന്റെ ടീമിലുള്ള ലീഡർ അല്ലേ, അവന് ആദ്യം തന്നെ പറയണ്ടേ. അപ്പൊ റസീന മാഡത്തിന്റെ ടീമിലുള്ള ലീഡറാണ് സുബൈദ മാഡം. അപ്പൊ സുബൈദ മാഡത്തിന് ഒരാൾ ഇങ്ങനെ വിളിക്കാം, ഹലോ മാഡം പ്രൊഡക്റ്റിനെല്ലാം പൈസ കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ബിസിനസ് നിർത്തുന്നാന്ന് പറയുന്നത് വെച്ചാൽ സുബൈദ മാഡത്തിനോട്. അപ്പൊ സുബൈദ മാഡത്തിന് ഇതിനുള്ള ആൻസർ അറിഞ്ഞൂടാ. സുബൈദ മാഡത്തിന് ഇതിനുള്ള ആൻസർ അറിയാം, ഉദാഹരണം പറയുന്നത്. അപ്പൊ സുബൈദ മാഡത്തിന് ഇതിനുള്ള ആൻസർ അറിയാം. അപ്പം തന്നെ സുബൈദ മാഡം എന്താ പറയാ, എന്നാ പിന്നെ മാഡം ഒന്ന് റസീന മാഡത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കട്ടി, അങ്ങനെ നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസീന മാഡത്തിന് എന്തായാലും ലീഡർ ആവണല്ലോ. മൂപ്പർ ലീഡറാണ്, ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. അപ്പോ റസീന മാഡത്തിന് ഒരു ലീഡർ, അപ്പൊ റസീന മാഡം പറയണ്ട, സോറി സുബൈദ മാഡത്തിന് ഒരു ലീഡർ ആവണം. അപ്പൊ സുബൈദ മാഡം എന്താ പറയേണ്ടത്, ഒറ്റ മിനിറ്റ് മാഡം ഞാനിപ്പോ അങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. എന്നിട്ട് നേരെ റസീന മാഡത്തിനെ സുബൈദ മാഡം വിളിച്ചിട്ട് പറയാ, ചോദിക്കാം, റസീന മാഡം ഇങ്ങനെ എന്റെ ടീമിലുള്ള ഒരു ലീഡർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പൈസ കൂടുതലാണല്ലോ, അപ്പൊ ഞാനൊന്ന് ആൻസർ കൊടുക്കണേന്ന് ആര് ചോദിക്കാം? സുബൈദ മാഡം ചോദിക്കാം. അപ്പൊ റസീന മാഡം പറഞ്ഞുതരും, ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന പറയും. അപ്പൊ എന്താക്കുക, റസീന മാഡം പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ കേച്ച് ചെയ്തിട്ട് ഈ സാധനം എന്താക്കുക, സുബൈദ മാഡത്തിന് ആരാണോ വിളിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലാവും, എന്ത്, സുബൈദ മാഡത്തിന് എല്ലാം അറിയാം. അപ്പൊ സുബൈദ മാഡത്തിനോട് നിന്നാ രക്ഷപ്പെടുന്നുള്ള ഒന്ന് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം എന്താ, നമുക്കിത് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും, ഈ നെഗറ്റീവ് പോലെയുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഫീൽഡിൽ നിന്നുള്ള നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ അന്നേരം തന്നെ ലീഡറെ വിളിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കരുത്. മറിച്ച് എന്താക്കുക, ലീഡറെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ സാധനങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇതേ നെഗറ്റീവ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കുക, ഈ സംഭവം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഈ ലെവലിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പോ ഇനിയും കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. അപ്പോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോ എന്തെങ്കിലും ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം. ഒന്നും ഉണ്ടാവില്ലല്ലേ? ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓ 6:45 വരെ സംസാരിക്കുക. പണ്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാലേ കുറെ ഇങ്ങനെ നീണ്ടുപോയി. ഇപ്പൊ ഞാന് കുറെ കാര്യങ്ങളെല്ലാം ചുരുക്കിയാ പറയില്ല, അതുകൊണ്ട് അത്യാവശ്യം സമയത്ത് നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ എന്താ, ഒന്നുമില്ല, ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ പ്രിപ്പയർ ആയിട്ടൊന്നും കേറിയല്ല, എനിക്ക് അന്നേരം വന്ന കുറെ കാര്യങ്ങൾ സംസാരിച്ചതാണ്. അപ്പോ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ആര്? ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരുപാട് ആളുകൾ ഇനിയും ഇപ്പം പോലും 1% പോലും ആളുകൾ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പോ നമ്മൾ വിചാരിക്കില്ല എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, മലേഷ്യയിൽ എവിടെ പോയാലും എല്ലാവരും കേട്ടിക്കല്ലോ, പക്ഷെ ആരും ചെയ്യുന്നില്ല. ഇപ്പൊ എന്റെ പഞ്ചായത്തിൽ തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്ന എത്ര ആളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിരലിലുണ്ടാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ട്. ഒരു 4-5 അല്ലെങ്കിൽ ഒരു 10 ആൾക്കാരുടെ ചുട മാത്രമേ ഏറ്റെടുത്ത് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചില ആൾക്കാർ ഐഡിയ അടിച്ച് നിർത്തിയ ആൾക്കാരുണ്ട്, പിന്നെ ഏകദേശം ഒരു 99% ആൾക്കാരും ഐഡിയ അടിക്കാത്ത ആളുകൾ. അപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാലോ ഇന്ന് നല്ല രീതിയിൽ എന്താ പറയാ തൊഴിലില്ലായ്മ ഉണ്ട്, രൂക്ഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് പത്രത്തിൽ ഡെയിലി ഇപ്പം തൂഫാന്റെ ഭാഗമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും, ഡെയിലി ഓരോരുത്തർ കഞ്ചാവ് കൊണ്ടും MDMA കൊണ്ടെല്ലാം പിടിക്കുന്നത് അല്ലെ. എന്തുകൊണ്ടാ? തൊഴിലില്ലായ്മയാണ്. അപ്പോൾ നല്ല രീതിയിൽ നാട്ടിൽ തൊഴിലില്ലായ്മ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം, ആളുകൾക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കുറെയെല്ലാം നമ്മളെ ചിന്താഗതിയിലെ
പ്രശ്നമാണ്. കാരണം നമ്മൾ ആദ്യം തന്നെ അത് തീരുമാനിക്കും, ഓൻ ചെയ്യൂല, ഇവൻ ചെയ്യൂല, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനിക്ക് പ്രൊഡക്റ്റ് കൊടുത്താൽ ഇവൻ മേടിക്കൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേണ്ടാത്ത ചിന്താഗതി കൊണ്ട് പോകുന്നതിനെ കൊണ്ടാണ് കുറെ ആൾക്കാർ നമ്മളോട് ചെയ്യാത്തത്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ പോലും നമ്മൾ എന്താക്കണം, നമ്മളെ മനസ്സിൽ നമ്മൾ കാണണം ഓരെന്തായാലും പ്രൊഡക്റ്റ് മേടിക്കും. കാരണം ഇപ്പൊ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് ആടെ ഏകദേശം 12,000 രൂപേന്റെ പ്രൊഡക്റ്റ്, അത് 95 ഉണ്ട്, കവച പ്രാഷ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ പ്രൊഡക്റ്റുകൾ. അപ്പൊ ഞാൻ ചോദിച്ചത്, എടാ ഇതാരാ എനിക്ക് തന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ പറഞ്ഞ എനക്കല്ല, എന്റെ ഉപ്പാക്ക് കൊടുത്താണ്. അത് ഉപ്പാന്റെ ഫ്രണ്ട് ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉപ്പാന്റെ ഫ്രണ്ട് എന്താക്കിയാണ് ഇവർക്ക് കൊടുത്തതാണ് പ്രൊഡക്റ്റ്. റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്താൽ ഇത് മേടിക്കുകയോ, പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരോട് എങ്ങനെ 95 എല്ലാം പറയാ, ഓരല്ലേ ഇത്രയും പൈസേന്റെ പ്രൊഡക്റ്റ് മേടിക്കും എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കാണ്ടെന്നാണ് എന്ത് ഈ പ്രൊഡക്റ്റ്. പക്ഷെ ഇയാളെ സുഹൃത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞ് ഞാനൊരു കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സാമ്പിൾ പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് 12,000 റുപ്യന്റെ പ്രൊഡക്റ്റും കൊടുത്തിട്ട് ഓറ് പോയി, പൈസയും വാങ്ങിയിട്ട് ഓറ് പോയി. ഓര് പറഞ്ഞ് സാമ്പിൾ പ്രൊഡക്റ്റ് എല്ലാം ഓരോന്ന് വെക്കണം എന്നുള്ള രീതിയിൽ നിർബന്ധിച്ച് പ്രൊഡക്റ്റും കൊടുത്തു പോയി. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സാമ്പിൾ ആയിട്ട് നിങ്ങൾ എന്താക്കണം, എല്ലാ പ്രൊഡക്റ്റും ഓരോ പീസ് എടുക്കണം ആരെങ്കിലും പറയലുണ്ടാ? കാരണം എന്താ പറയാത്തത്? നമ്മൾ തന്നെ ആദ്യം ചിന്തിക്കും, ഇവർക്ക് 95 കൊടുത്ത് ഇവർ മേടിക്കോ, കവച പ്രശ്നം കൊടുത്താൽ മേടിക്കോ എന്ന് നമ്മൾ തന്നെ ആദ്യം ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം അങ്ങ് ഉറപ്പിക്കുക, ഓർക്ക് 95 ഒരു കുടിക്കും, ഒരു കുടിച്ചിട്ടില്ലെങ്കിൽ ഓരെ കൊണ്ട് ഞാൻ കുടിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകണം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഓരെന്തായാലും ഇത് മേടിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ 95 കവചപ്രശോ നിങ്ങൾക്ക് എന്താണോ കൊടുക്കണം അത് മേടിക്കും. പക്ഷെ നമ്മൾ ആവശ്യമില്ലാത്ത ചിന്താഗതിയും കൊണ്ട് ഒരു മേടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് പോയിട്ടാണ് സാധനം ഒരു മേടിക്കാത്തത്. ആദ്യം നമ്മളെ മനസ്സൊന്ന് നമ്മൾ മാറ്റിയെടുക്കുക, നമ്മൾ പ്രിപ്പയർ ആവും, എന്തായാലും ഒരു മേടിക്കും നിങ്ങൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് മേടിക്കും. പിന്നെ രണ്ടാമത്തെ ഇതേപോലെ തന്നെ നമ്മൾ വർക്ക് കൊടുക്കാൻ പോകുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താണ്ടാവുക, ഓൻ ചെയ്യൂല, ഓനിക്ക് ഈ ബിസിനസ് പറ്റൂല, ഓൻ നെഗറ്റീവ് അടിക്കും, അതുകൊണ്ട് ഓനിക്ക് ബിസിനസ് കൊടുക്കണ്ട എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് നമ്മൾ എന്താക്കുക, അവൻ്റെ അടുത്ത് ബിസിനസ് കൊടുക്കാൻ വേണ്ടി പോവാ. അതുകൊണ്ടാണ് ഓൻ എന്താക്കാത്തത്, ഈ ബിസിനസ് ചെയ്യാത്തത്. കാര്യം മനസ്സിലാക്കോ? പിന്നെ ഒറ്റ കാര്യം കൂടെ അതിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ഒരാളെ നമ്മൾ വിളിക്കുകയാണ്, പ്രോഗ്രാമിന് വിളിക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നാളെ നമ്മളെ കോഴിക്കോട് GTS നാളെ നടക്കുന്നുണ്ട് അല്ലെ, അറിയുന്ന കാര്യമല്ല എല്ലാവർക്കും, കോഴിക്കോട് GTS നടക്കും. അപ്പോൾ നമ്മൾ നാളെ കോഴിക്കോട് GTSലേക്ക് ഒരാൾ ഇന്ന് പോയിട്ട് പറഞ്ഞ് സെറ്റാക്കി, നമ്മളൊരു സുഹൃത്തിനോട് പറഞ്ഞ്, എടാ നാളെ ഇനി ഒന്ന് എന്തായാലും കോഴിക്കോടേക്ക് വരണം, നളന്തയിലേക്ക് നിർബന്ധമായിട്ടും വരണം, നമ്മളെ ചിലപ്പോൾ നമ്മൾ ബിസിനസിന്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുക, അല്ലെങ്കിൽ പറയാ ഞാൻ എന്റെ കൂടെ ഒന്ന് നാളെ കോഴിക്കോടേക്ക് വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടാം. അപ്പോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഇന്ന് പറഞ്ഞ് ഇനി നാളെ നളന്തയിലേക്ക് വരണം, അല്ലെങ്കിൽ ഇനി കോഴിക്കോടേക്ക് വരണം, അല്ലെങ്കിൽ പ്രോഗ്രാമിന് വരണം, നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ച് നോക്കുക. നമ്മൾ ടീമിനോടോ അല്ലെങ്കിൽ നമ്മൾ പുതിയ ഗസ്റ്റിനോടോ ആരോടെങ്കിലും പറഞ്ഞു വെക്കുക. അപ്പൊ നമ്മൾ നാളെ വിളിക്കുകയാണ്. നാളെ വിളിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വിളിക്കാൻ വരാം. ഒന്ന്, നമ്മൾ ഇവര് വരുന്നുള്ള ഉറപ്പിച്ചിട്ട് നമുക്ക് വിളിക്കാം, ഒന്നാമത്തെ വിളി. രണ്ടാമത്തെ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവര് വരുവോ എന്നുള്ള രീതിയിൽ വിളിക്കാം. ഈ രണ്ട് വിളിന്റെ സംഗതി ഞാൻ പറഞ്ഞുതരാം. സുബൈദ മാഡത്തിന്റെ മൈക്ക് ഓണല്ലേ? സുബൈദ മാഡം ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ സുബൈദ മാഡം എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ ഇന്ന് പറഞ്ഞു സുബൈദ മാഡത്തിനോട്, ഇന്ന് പറഞ്ഞ് സുബൈദ മാഡം ഇന്ന് നാളെ മേഡം ഒന്ന് നളന്തയിൽ വരണോ, ചിലപ്പോൾ എൻ്റെ ഒരു സുഹൃത്തോ ബന്ധുവോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ സുബൈദ മാഡത്തിനോട് ഞാൻ പറയുന്നത് എന്തായാലും നാളെ മേഡം നളന്തയിലേക്ക് വരണോ. അപ്പൊ സുബൈദ മാഡം പറഞ്ഞത് ഓക്കെ, എന്തായാലും ഞാൻ വരാന്നൊക്കെ പറഞ്ഞു, ഓക്കെ ആക്കിയേ. ഇനി നാളെ നമ്മൾ വിളിക്കാം, സുബൈദ മാഡത്തിനെ ഞാൻ വിളിക്കാം. സുബൈദ മാഡം വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ സുബൈദ മാഡത്തിന്, ഹലോ സുബൈദ മാഡം അല്ലേ, സുബൈദ മാഡം അല്ല സുബൈച്ചല്ലേ എന്നാ ചോദിക്കല്ലേ, സുബൈച്ചല്ലേ അല്ല, ഇതുവരെ ഇല്ലാത്ത ഒരു സുഹൃത്ത് നമ്മളിന്ന് എന്താ പറയാ സുബൈദ മേഡല്ലേ എന്ന് വെച്ചാൽ ഇവനെന്നാ ഇങ്ങനെയല്ലേ വിളിക്കുന്നത് വിചാരിക്കും. അപ്പൊ നോർമലി വിളിക്കുന്ന രീതിയിലാണ്, സുബൈച്ചല്ലേ ആന്ന് പറ മേഡോ. ഓക്കെ. പിന്നെ നാളെ എങ്ങനെയാ മേഡം, അല്ല നാളെ ഇന്ന് ചൊവ്വാഴ്ച വെച്ചോ, അല്ലെ ഇന്നെങ്ങനെയാ വൈകുന്നേരം എങ്ങനെയാ വരുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം വരൂലേ മേഡം? കാരണം നമുക്ക് തന്നെ സംശയമാണ് എന്ത് മൂപ്പർ വരുമല്ലോ. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക, മേഡയല്ല സോറി സുബൈജ് ഞങ്ങൾ വരൂലെന്നാ ചോദിക്കുക. അപ്പൊ ഓർക്ക് രണ്ട് ആൻസർ പറയാനുണ്ടാവും. ഒന്ന് വരുന്നും പറയാ, അല്ല ഞാനിന്ന് കുറച്ച് തിരക്കാടോ എനിക്കിന്ന് വരാൻ പറ്റില്ല എന്നും പറയാം അല്ലെ. ഈ രണ്ട് രീതിയിലും പറയാം. പക്ഷെ നേരത്തെ നമ്മൾ തന്നെ ഉറപ്പിക്കുകയാണ് ഓരെന്തായാലും വരും, സുബൈദ മേഡം എന്തായാലും വരും ഞാൻ ഉറപ്പിക്കുക. അപ്പൊ എങ്ങനെ വിളിക്കുക, ഹലോ സുബൈജ് അല്ലേ, നിങ്ങൾ ബസ്സിലാണോ വരുന്നത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ കാറിലാണോ വരുന്നത്, ഇങ്ങനെയാണ് ചോദിക്കുക. കാരണം എന്താ, നമ്മൾ ആദ്യം ഉറപ്പിച്ച് ഓർ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ രണ്ട് ഓപ്ഷനാണ് അവർക്ക് കൊടുക്കുന്നത്. ഒന്ന്, നിങ്ങള് ബസ്സിലാണോ വരുന്നത് അല്ലെങ്കിൽ എൻ്റെ കൂടി കാറിലാണോ വരുന്നത്. ഈ രണ്ട് ഓപ്ഷനല്ലേ ഉള്ളൂ. അപ്പൊ ഓർക്ക് രണ്ട് ആൻസറാ പറയാനുള്ളൂ. ഒന്നിക്കുണ്ടെങ്കിൽ കാറിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ അങ്ങോട്ടേക്ക് എത്തിക്കോളൂ അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഉറപ്പിച്ച് ഓർ വരുന്നുള്ളത്. അപ്പൊ വിളിന്റെ ചിന്ത മാറി. അപ്പൊ എന്താക്കും, സുബൈദ മേഡം ആ പ്രോഗ്രാമിൽ എത്തും. ആദ്യം വിളിച്ച വിളി പോലെയാണെങ്കിൽ ഇനി വരൂല എന്ന് ചോദിക്കുമ്പോൾ ഓർന്നെ വിചാരിക്കും ഓനിക്ക് എന്റെ സംശയം ഞാൻ വരുമെന്നല്ല, അപ്പൊ എന്തായാലും ഒന്ന് പോണ്ട. അന്നേരം പറയുന്നത് ഞാൻ കുറച്ച് തിരക്കിലാണ്, അമ്മക്ക് അടുത്ത ആഴ്ച നോക്കാന്ന് പറയും. പക്ഷെ രണ്ടാമത്തെ വിളി എന്താ, ഓര് വരുന്ന ഞാൻ തന്നെ ഉറപ്പിച്ച് ആ വിളിയാണ്.
എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യത്തിന് ഒരാളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പിക്കണം അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉറപ്പിച്ചിട്ട് വേണം എന്താക്കാൻ നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾ പ്രൊഡക്റ്റ് എടുക്കുന്ന ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ എന്താക്കാൻ അയാളടുത്തേക്ക് പോകാൻ. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന നമുക്ക് ഉറപ്പുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അയാളോട് സംസാരിക്കും എങ്ങനെയാ, അയാളെ ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഓരെന്തായാലും ചെയ്യൂല എന്നുള്ള ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സംശയത്തോടു കൂടി അയാളോട് സംസാരിക്കുക, അയാൾ വരുമോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക, അവരത് ചെയ്യും അല്ലെ അവരെ കൊണ്ട് നമ്മൾ ഇത് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു ഉറപ്പോടും കൂടെ നമ്മൾ എന്താക്കുക അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് ഒരു കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, ഇത് എങ്ങനെ ഒരാളെ പ്രോഗ്രാമിലേക്ക് എന്നുള്ളത്. നിങ്ങൾ എപ്പോ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇന്ന് ഉണ്ടാവില്ല എന്നാ ചോദിക്കുക. അങ്ങനെ ചോദിക്കാൻ പാടില്ല, മറിച്ച് നിങ്ങൾ ബസ്സിലാണോ വരുന്നത് അല്ലെങ്കിൽ കാറിലാണോ വരുന്നത്, അങ്ങനെ ഏതെങ്കിലും 2 ഓപ്ഷൻ കൊടുക്കണം. വരും നമ്മൾ ഉറപ്പിച്ച്, പക്ഷെ 2 ഓപ്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളോട് ബിസിനസ് എല്ലാം ഓക്കെ ആയി, അയാൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്, അപ്പൊ ചോദിക്കുക നിങ്ങൾ ഇത്തിരി 50,000-നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് 30,000-നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാ ചോദിക്കണ്ട. അല്ലാണ്ട് ഇഞ്ഞപ്പാ സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ പറയുക ഞാൻ നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ ചോദിക്കരുത്, മറിച്ച് എന്താണ്, ഇനി 10,000-നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് 50,000-നാണോ, അപ്പൊ പറയൂ അത്ര ഒന്നും ഇല്ലടോ, ഇപ്പൊ 50,000 ഒന്നുമില്ല, അപ്പൊ 10,000-ന് എന്തായാലും പ്രൊഡക്റ്റ് എടുത്തിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, 2 ഐഡിയ അങ്ങ് അടിച്ചിട്ടേക്കാം. അങ്ങനെയല്ലേ പറയാ. 2 ഓപ്ഷനാണ് നമ്മൾ എല്ലാവരുടെയും കൊടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇനി ചെയ്യോ അല്ലെങ്കിൽ ഇനി വരുമോ എന്നൊന്നും ചോദിക്കരുത്. കാര്യം മനസ്സിലായല്ലോ. അപ്പോ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളായിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ ഓഗസ്റ്റ് 5 സെപ്റ്റംബർ മാസം ഞങ്ങളൊരു പ്രോഗ്രാം വരാണ്. അപ്പൊ അതിലേക്കുള്ള നാഷണൽ ടീം NTC പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ഇൻഷാല്ലാ മിക്കവാറും നിങ്ങൾക്ക് ഒരു 1-2 മാസത്തിനുള്ളിൽ ഒരു 2-10 മെസ്സേജ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. സീലിംഗ് അച്ചീവർ എന്നുള്ള രീതിയിലേക്ക് ഒരു പോസ്റ്റർ ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ NTC-ന്റെ പോസ്റ്റർ ഒക്കെ കാണാൻ പറ്റും. അതിനുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് വളരെ ശക്തമായിട്ട് ടീമിന്റെ കൂടെ തന്നെ എന്താ പറയാ അവരുടെ വരുമാനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനക്കും വരുമാനം കിട്ടുമല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പോ എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയും സമയം എന്നെ ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. വിഷ് ഓൾ ദി ബെസ്റ്റ് ജെയിൻ ആൻഡ് ജെയിൻ മാർക്കറ്റിംഗ്. താങ്ക് യു ഓൾ. താങ്ക് യു നമീർ സാർ. 45 എന്ന് പറഞ്ഞിട്ട് 50 80 എന്താ പറയാ സാറ് തുടക്കത്തിൽ തന്നെ ഷാഫി എന്ന് പറയുന്ന ആ വ്യക്തിയെ നെഗറ്റീവ് ആക്കാനാണ് നോക്കിയത്. ഒരുപാട് വട്ടം ആ ഷാഫി എന്നുള്ള പേര് ഉച്ചരിച്ച് അത് നമ്മളെ കൊണ്ടുവരുന്ന വ്യക്തിയെ നമുക്ക് ഫസ്റ്റിൽ അങ്ങനെയാണ് അവരെ എങ്ങനെ നെഗറ്റീവ് ആക്കാൻ നോക്കുക. അവർ വിളിക്കുന്നതും പറയുന്നതും ഒക്കെ നമുക്ക് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് സാറ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. ആദ്യമായിട്ട് കേട്ട ആ പ്രോഗ്രാമിൽ കൂടെ സാറ് ഇന്ന് RTC റാങ്കിലെത്തി. ഏതായാലും അടുത്തതായിട്ട് NTC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ നല്ല ഉയർച്ചയിലെത്താൻ സാറിന് സാധിക്കട്ടെ. നമുക്ക് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഹാൻഡ് റൈസ് ചെയ്തവരെ വിളിക്കാം അല്ലേ അസ്ന മാഡം? ഓക്കെ.